കഥ തുടരുന്നു. ഇടവകപ്പള്ളിയിൽ വാർഷികദാനം നടക്കുകയാണ്. 5 ദിവസം നീണ്ടു നിൽക്കുന്ന ധ്യാന പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നത് കപ്പുച്ചിൻ സഭയിലെ ഫാദർ ടോബിനും ഫാദർ ജോബിയും ചേർന്നാണ്. കറുത്ത കുപ്പായവും കയ്യിൽ ചെറിയ വെള്ളിക്കുരിശ് രൂപവും പിടിച്ച് അൾത്താരയ്ക്ക് മുമ്പിൽ നിൽക്കുന്ന ജോബി അച്ഛന് ഈശോയുടെ ഛായയുണ്ടെന്ന് ഭക്തജനങ്ങൾക്ക് തോന്നി. കുടുംബങ്ങളിലെ മുതിർന്നവരെല്ലാം നിർബന്ധമായും ധ്യാനത്തിൽ പങ്കെടുക്കണമെന്ന് വികാരി അച്ഛൻ കർശന നിർദ്ദേശം നൽകിയിരുന്നു. മാവുങ്കൽ ടോണിയുടെ വീട്ടിൽ നിന്ന് പക്ഷേ നിഷ മാത്രമാണ് എല്ലാ ദിവസവും ധ്യാനത്തിൽ പങ്കെടുത്തത്. ധ്യാനത്തിൻ്റെ അവസാന ദിവസം ഇടവകാംഗങ്ങൾക്ക് വ്യക്തിപരമായ കൗൺസിലിംഗ് നൽകുന്നതിന് വേണ്ടി ജോബി ചായൻ പള്ളിമുറ്റത്തുള്ള തണൽ മരത്തിന് താഴെ കസേരയിലിരുന്നു. നിഷ രണ്ടാമതായി അച്ഛനെ കാണാനെത്തി. വല്ലായ്മയും സംരംഭവും അവൾക്ക് അനുഭവപ്പെട്ടു. പേരെന്താ? ജോബി ചായൻ ശാന്തസുന്ദരമായ ചിരിയോടെ തിരക്കി. നിഷ. ആ കസേരയിലേക്ക് ഇരുന്നോളൂ, മടിക്കേണ്ട, അച്ഛൻ പറഞ്ഞു. അവൾ മെല്ലെ കസേരയിൽ കടന്നിരുന്നു. എന്താ നിഷേ, മുഖത്തൊരു വല്ലായ്മ? അച്ഛോ, എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 8 വർഷമായി. ഇതുവരെ കുഞ്ഞുങ്ങളുണ്ടായിട്ടില്ല. വീട്ടുകാർക്കിടയിലും നാട്ടുകാർക്കിടയിലും എവിടെ ചെന്നാലും പിള്ളേരുടെ കാര്യം ചോദിച്ചു പലരും എന്നെ വേദനിപ്പിക്കുക. ഇടവകപ്പള്ളിയിൽ മാത്രമല്ല, എവിടെയൊക്കെ ധ്യാനമുണ്ടോ അവിടെയൊക്കെ ഞാൻ പോകാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്, നേർച്ചകൾ നടത്താറുണ്ട്. എന്നിട്ടും എൻ്റെ പ്രാർത്ഥന മാത്രം ഫലിക്കുന്നില്ല. പലർക്കും രോഗശാന്തിയും മറ്റ് അനുഗ്രഹങ്ങളും കിട്ടുന്നത് എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. നിരാശ കൂടുമ്പോൾ ചിലപ്പോൾ മരിച്ചെങ്കിലോ എന്ന് പോലും എനിക്ക് തോന്നിപ്പോകുക. നിഷയുടെ ശബ്ദമിടറി. ജോബി ചായ നിഷയുടെ മുഖത്തേക്ക് ഏതാനും നിമിഷം നോക്കിയിരുന്നു. അവളുടെ ആത്മാവിലേക്ക് എത്തുന്ന നോട്ടം. പിന്നെ അച്ഛൻ മിഴികളടച്ചു. ധ്യാനനിരതനായി 2 മിനിറ്റുകളോളം നിശബ്ദനായിരുന്നു. മെല്ലെ കണ്ണുകൾ തുറന്നു. ഒരു കുഞ്ഞുണ്ടാകാനുള്ള എല്ലാ ശാരീരിക യോഗ്യതകളും നിഷയ്ക്കുണ്ട്. ഭർത്താവിനാണ് പ്രോബ്ലമെന്ന് വൈദ്യശാസ്ത്രം പറയുന്നു, അല്ലേ? അതെ അച്ഛാ. നിഷയുടെ ഭർത്താവ് ധ്യാനത്തിന് ഒരു ദിവസമെങ്കിലും വന്നിരുന്നോ? ഇല്ല. അതെന്താ? ബിസിനസ്സുകാരനാ, എപ്പോഴും നല്ല തിരക്കാ. ആളുടെ സ്വഭാവമൊക്കെ? അങ്ങനെ സ്വഭാവ ദൂഷ്യങ്ങളൊന്നുമില്ല. നിഷ, എന്നോടൊന്നും മറച്ചു വെച്ച് സംസാരിക്കരുത്. എന്നെ സംബന്ധിച്ച് എല്ലാം ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്, ജോബി ചായൻ ഇത്തിരി ഗൗരവത്തോടെ പറഞ്ഞു. നിഷ വല്ലാതെ പരിങ്ങി. അവളുടെ മുഖത്ത് വിയർപ്പ് പൊടിഞ്ഞു. നിഷ, വിഷമിക്കേണ്ട. ഭർത്താവിൻ്റെ രീതികളും മറ്റും നീ എന്നിൽ നിന്ന് ഒളിച്ചത് നിന്റെ നന്മ കൊണ്ടാണ്. മിക്കവാറും ഇങ്ങനെയുള്ള സംസാരങ്ങളിൽ തുടക്കം മുതൽ ഒടുക്കം വരെ ഭർത്താവിൻ്റെയും മറ്റുള്ളവരുടെയും കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ത്രീകളെയാണ് കണ്ടിട്ടുള്ളത്. നിനക്ക് ഒരു കുഞ്ഞിനെ ഇതുവരെ നൽകാതിരിക്കുന്നത് ദൈവത്തിന് വ്യക്തമായ പദ്ധതികളുള്ളതുകൊണ്ടാണ്. വൈദ്യശാസ്ത്രം വളരെയേറെ പുരോഗമിച്ച ഇന്നത്തെ കാലത്ത് ട്രീറ്റ്മെൻറ്റിലൂടെ മിക്കവാറും ആളുകൾക്ക് കുഞ്ഞുണ്ടാകുന്നുണ്ട്. അതിനവർ സ്വീകരിക്കുന്ന മാർഗങ്ങൾ പലപ്പോഴും നമ്മുടെ വിശ്വാസം അനുസരിച്ച് ഒട്ടും ശരിയാകുന്നതല്ല. നിഷ നല്ല വിശ്വാസദാർഢ്യമുള്ളവളാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ ഭർത്താവിനെ ഞാൻ കണ്ടത് തിന്മയുടെയും ദുരയുടെയും ക്രൂരതയുടെയും ഒരു പർവ്വതം പോലെയാണ്. നിഷയുടെ കണ്ണിൽ നിന്നും ഒരു നീർക്കണം അടർന്നു വസ്ത്രാഞ്ചലത്തിൽ വീണു. എന്തെങ്കിലും എനിക്കൊരു കുഞ്ഞുണ്ടാകുമോ അച്ഛാ? നിരാശപ്പെടരുത്. എനിക്കിപ്പോൾ അത്രയുമേ പറയാൻ കഴിയൂ, ജോബി ചായ നേരത്തെ പുഞ്ചിരിയോടെ പറഞ്ഞു. സങ്കടവും അപമാനവും സഹിക്കാൻ തുടങ്ങിയിട്ട് ഏറെ നാളായില്ല അച്ഛാ. ചിലപ്പോൾ എൻ്റെ മനസ്സ് പിടിവിട്ടു പോയേക്കും. എന്തിനിങ്ങനെയൊരു ജീവിതം? നിഷേ, മണ്ടത്തരം പറയാതെ. വിശ്വസിക്കുന്നവനെ ഒരിക്കലും ദൈവം കൈവിടുകയില്ല. നിഷ നിരന്തരം പ്രാർത്ഥിക്കുന്നുണ്ട്. ചില തടസ്സങ്ങൾ മാറാൻ പ്രാർത്ഥന മാത്രം പോരാ, പ്രായശ്ചിത്തം കൂടി വേണ്ടിവരും. ഒന്ന് ചോദിക്കട്ടെ, വീട്ടിൽ ആരെങ്കിലും അസുഖമായി ആശുപത്രിയിലുണ്ടോ? ജോബി അച്ഛൻ നിഷയെ ഉറ്റുനോക്കി. ഇല്ല, ആരുമില്ല അച്ഛാ ആശുപത്രിയിൽ. ഞാൻ അങ്ങനെ ഒരാളെ കാണുന്നു. നിഷ ഒന്നുകൂടി ആലോചിച്ച് നോക്ക്. അവളുടെ ചിന്തയിൽ പെട്ടെന്ന് റോണിയുടെ മുഖം തെളിഞ്ഞു. ബന്ധത്തിൽപ്പെട്ട ഒരാളുണ്ട് അച്ഛാ ആശുപത്രിയിൽ. ടോണിയുടെ അനുജൻ റോണി വലിയൊരു ആശുപത്രിയിൽ തളർന്നു കിടക്കുകയാ 2 ആഴ്ചയോളമായി. ജോബി അച്ഛൻ മൃദുവായി പുഞ്ചിരിച്ചു. നിരാലംബനായി ആശുപത്രിയിൽ കിടക്കുന്ന ആ മനുഷ്യൻ ഒത്തിരി സഹിക്കുന്നുണ്ട്. ശരീരക്ഷീണത്തിലേറെ മനോവേദനയാണ് അയാളെ വിഷമിപ്പിക്കുന്നത്. എൻ്റെ ഭർത്താവിന് അനുജനോട് തീരെ അടുപ്പമില്ല അച്ഛാ. ആശുപത്രിയിൽ എത്രയൊന്ന് കൊണ്ടുപോയി കാണിക്കാൻ കെഞ്ചി പറഞ്ഞിട്ടും കൊണ്ടുപോയില്ല. നിഷയുടെ ഭർത്താവിനെ എനിക്കൊന്ന് കാണണം. ഞാനിന്ന് രാത്രി ഈ പള്ളിമുറിയിലുണ്ടാകും. വീട്ടിൽ ചെന്നിട്ട് ഒന്ന് പറഞ്ഞു വിടണം. 2 പേരും കൂടി വന്നാലും നല്ലത്. അത് നടക്കുമെന്ന് തോന്നുന്നില്ല അച്ഛാ. ഞായറാഴ്ച പള്ളിയിൽ പോരുന്നത് പോലും ആളിന് താല്പര്യമില്ല. ധ്യാനത്തിനൊന്ന് വരാൻ ഞാൻ ഒത്തിരി പറഞ്ഞതാ, വന്നില്ല. അവളുടെ ശബ്ദമിടറി. നിഷ, നീ വിഷമിക്കേണ്ട. ഇങ്ങനെയുള്ള മനുഷ്യർ നമ്മുടെ ഇടയിൽ വേറെയുമുണ്ട്. കുഞ്ഞുങ്ങളുണ്ടാകാതിരിക്കുക, മാരക രോഗങ്ങൾ പിടിപെടുക, അപകടങ്ങൾ ഉണ്ടാകുക തുടങ്ങിയ സാഹചര്യങ്ങളിൽ ഇക്കൂട്ടർക്ക് ഒരു മാനസാന്തരം ഉണ്ടാകാറുണ്ട്. ഇവിടെ അതും ഉണ്ടാകാത്തത് അതിശയം തന്നെ. അച്ഛൻ എൻ്റെ തലയിൽ കൈവച്ചൊന്ന് പ്രാർത്ഥിക്കേ. എനിക്ക് ഭ്രാന്ത് പിടിക്കാതിരിക്കാനും മരണചിന്ത മനസ്സിൽ നിന്ന് പോവാനും വേണ്ടി മാത്രം, നിഷ കരച്ചിൽ പോലെ പറഞ്ഞു.
ജോബി അച്ഛൻ എഴുന്നേറ്റു. ഒപ്പം നിഷയും. അച്ഛൻ അവളുടെ തലയിൽ കൈവച്ചു. കണ്ണുകളടച്ച് കുറേ നേരം പ്രാർത്ഥിച്ചു. പിന്നെ നെറ്റിയിൽ കുരിശ് വരച്ചു. അച്ഛൻ്റെ കയ്യിലുണ്ടായിരുന്ന കുരിശ് രൂപം ചുംബിപ്പിച്ചു. നിഷ പോയിക്കോളൂ, ദൈവം നിന്നെ അനുഗ്രഹിക്കും, ജോബി അച്ഛൻ പുഞ്ചിരിയോടെ പറഞ്ഞു. തൻ്റെ ഹൃദയത്തിൽ നിന്നും ഒരു വലിയ ഭാരം ഒഴിഞ്ഞു പോയതുപോലെ നിഷയ്ക്ക് തോന്നി. അവൾ ചുരിദാർ ഷാൾ ഒന്നുകൂടി നേരെയാക്കിക്കൊണ്ട് തിരിഞ്ഞു നടന്നു. പള്ളിയുടെ പാർക്കിംഗ് ഏരിയയിൽ നിർത്തിയിരുന്ന വെളുത്ത വെൻഡോ കാർ സ്വയം ഡ്രൈവ് ചെയ്താണ് നിഷ വീട്ടിലേക്ക് പോയത്. അവൾ എത്തിയപ്പോൾ ടോണി വീട്ടിലുണ്ട്. സിറ്റൗട്ടിൽ പത്രം വായിച്ചിരിക്കുകയായിരുന്നു അവൻ. നിഷ അടുത്ത് ചെന്ന് നിന്നു. അവൻ പത്രം ടീപ്പോയിലേക്കിട്ടു പ്രത്യേക ഭാവത്തിൽ ആളെ നോക്കി. എൻ്റെ നിഷേ, നീ ദയവ് ചെയ്ത് എന്നുമുള്ള ഈ ധ്യാനത്തിന് പോക്കും കൺവെൻഷന് പോക്കും നൊവേനയും ഭക്തിയും ഒന്ന് കുറയ്ക്ക്. ഇങ്ങനെ നാട് മുഴുവൻ നടന്നിത് കൂട്ടിയിട്ട് എന്ത് പ്രയോജനം? മറ്റുള്ളവരുടെ മുന്നിൽ പരിഹാസപാത്രമാകാം. അവർ മാറി നിന്ന് ഓരോന്ന് പറഞ്ഞ് ചിരിക്കുന്നത് കണ്ടും കേട്ടും ചങ്ക് പൊട്ടുക, അല്ലാതെന്താ? നിഷയ്ക്ക് രോഷവും സങ്കടവും നിരാശയുമെല്ലാം ഒന്നിച്ചുണ്ടായി. പറയാൻ കടുത്ത വാക്കുകൾ നാവിൽ വന്നെങ്കിലും പള്ളിയിൽ നിന്ന് കേട്ട വചനങ്ങൾ ഓർത്ത് അവളത് വിഴുങ്ങി. കണ്ണുകളിൽ നിന്ന് നീർത്തുള്ളികൾ അടർന്നു ഗ്രാനൈറ്റ് തറയിൽ വീണു. ഛേ, നിന്നെ കരയിക്കാൻ പറഞ്ഞതല്ല ഞാൻ. നീ കിടന്ന് ബുദ്ധിമുട്ടുന്നത് കണ്ട് വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ. ടോണി എഴുന്നേറ്റ് ഭാര്യയുടെ ചുമലിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. ടോണിച്ചൻ എന്താ എന്നെക്കുറിച്ച് കരുതുന്നേ? ഇങ്ങനെ പള്ളിയിൽ പോക്കും കൺവെൻഷനുമൊക്കെ ഇല്ലായിരുന്നെങ്കിൽ ഞാനിന്ന് ജീവിച്ചിരിക്കില്ലായിരുന്നു. ഇന്ന് പള്ളിയിൽ ദവതീദാനമായിരുന്നു. ഭർത്താവ് ജീവിച്ചിരിപ്പുള്ള പെണ്ണുങ്ങളൊക്കെ ഭർത്താക്കന്മാരെ കൊണ്ടുവന്നു പരസ്പരം കൈപ്പിടിച്ച് വിവാഹ പ്രതിജ്ഞ പുതുക്കി. എനിക്ക് മാത്രം, എൻ്റെ ഒപ്പം മാത്രം ആളില്ല. നെഞ്ചു പൊട്ടിപ്പോയി. എൻ്റെ നിഷേ, ഇതൊക്കെ ഒരു പണിയില്ലാതെ വീട്ടിൽ കുത്തിരിക്കുന്നവർക്ക് നേരം പോക്കിന് അച്ഛന്മാർ ചെയ്യുന്നതാ. ഒരിക്കൽ കല്യാണം കഴിച്ചതല്ലതോ പിന്നെയും പുതുക്കണമെന്ന് ഏതെങ്കിലും വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടോ? എല്ലാത്തിനും ഈ നിഷേധമാണ് ടോണിച്ചന്. അതുകൊണ്ട് തന്നെയാ എൻ്റെ പ്രാർത്ഥന ഫലിക്കാതെ പോകുന്നത്. അച്ഛൻ പറഞ്ഞു ടോണിച്ചനെ ഒന്ന് കൂട്ടിക്കൊണ്ടുവരാൻ. അച്ഛൻ പള്ളിയിലുണ്ട്. നാളെ രാവിലെയേ പോവുകയുള്ളൂ. വരാമോ എൻ്റെ കൂടെ? എനിക്ക് വയ്യ നിഷേ, അതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. രണ്ടു പേരെ കൂടെ കണ്ടിട്ട് നമ്മുടെ പ്രശ്നത്തിന് ഒരു പരിഹാരം അച്ഛന് നിർദ്ദേശിക്കാനാ. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈശ്വരനില്ലെന്ന് പറഞ്ഞ് നടക്കുന്നവരും കൊള്ളക്കാരനും നക്സലേറ്റിനും കൊലപാതകയ്ക്കുമൊക്കെ ഇഷ്ടംപോലെ മക്കളുണ്ടാകുന്നു. ഇവിടെ പള്ളിയിൽ നിന്ന് ഇറങ്ങാതെ നീ നടക്കാൻ തുടങ്ങിയിട്ട് വർഷം എത്രമായി? എന്ത് പ്രയോജനം? ഇപ്പം ഞാൻ പള്ളിയിൽ ധ്യാനത്തിന് ചെല്ലാത്തതുകൊണ്ട് കുറ്റമല്ല എൻ്റെ തലയിൽ കെട്ടിവെച്ച് വിട്ടിരിക്കുക അച്ഛൻ. നിഷ അസ്വസ്ഥതയോടെ ചെവി പൊത്തി. ഞാനൊന്നും പറയുന്നില്ല. പറഞ്ഞാലപ്പോഴേ ദൈവകോപം വിളിച്ചു വരുത്തുന്ന മറുപടിയാണ് നിങ്ങളുടെ നാക്കേന്ന് വീഴുന്നേ. എല്ലാം എൻ്റെ വിധി. അങ്ങനെ പിറുപിറുത്തോണ്ട് നിഷ അകത്തേക്ക് കയറിപ്പോയി. ലിസി ഹോസ്പിറ്റലിൽ 2 ദിവസം കിടന്ന് ചികിത്സിച്ചിട്ട് മാത്തുക്കുട്ടി വീട്ടിൽ തിരികെ എത്തി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതും കൂടെ നിന്നതും പെങ്ങളുടെ മകൻ അജേഷായിരുന്നു. ചികിത്സ കഴിഞ്ഞ് വന്നിട്ടും മാത്തുക്കുട്ടിക്ക് നന്നായി ക്ഷീണം തോന്നിച്ചു. അങ്കിൾ 2 ആഴ്ചത്തേക്ക് പരിപൂർണ വിശ്രമമാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്, ഓർക്കണേ. അജേഷ് ബെഡിനടുത്ത് കസേരയിലിരുന്ന് സൂചിപ്പിച്ചു. അതിന് ഇവിടെ എനിക്ക് എന്നതാ പണി? വെറുതെ ഇരിപ്പല്ലേ മിക്കവാറും നേരം. വെല്ലൂർക്കുള്ള ഈ യാത്ര കാരനായാലും നല്ല സ്ട്രെയിൻ ഉണ്ടാക്കും, അജേഷ് പറഞ്ഞു. പോകാതിരിക്കാൻ പറ്റുമോടാ? മാത്തുക്കുട്ടി സങ്കടപ്പെട്ടു. അപ്പോൾ അയാളുടെ മൊബൈൽ ഫോൺ ശബ്ദിച്ചു. അത് കുറെ മാറിയാണിരുന്നത്. അജേഷ് അതെടുത്ത് ആരാണെന്ന് നോക്ക്, മാത്തുക്കുട്ടി പറഞ്ഞു. അജേഷ് കൈനീട്ടി ഫോണെടുത്ത് ഓണാക്കി. ഹലോ, ആരാ? സോനുവാ. ഇത് മാത്തുക്കുട്ടിച്ചേൻ്റെ നമ്പറല്ലേ? അതെ. ആരാണ് എടുത്തിരിക്കുന്നത്? അജേഷ്. പെങ്ങളുടെ മകനാ. എന്താ കാര്യം? അത് വെല്ലൂർ ആശുപത്രിയിൽ നിന്ന് ഡോക്ടർ സിസ്റ്റർ പല പ്രാവശ്യം അച്ഛൻ്റെ നമ്പറിൽ വിളിച്ചിരുന്നു, എടുത്തില്ല. 2 ദിവസമായിട്ട് അങ്കിൾ ഹോസ്പിറ്റലിലായിരുന്നു സോനു. കുറഞ്ഞോ അച്ഛനിപ്പോൾ? കുറവായി. ഇവിടെ റോണിയുടെ ഓപ്പറേഷൻ്റെ കാര്യം ഡിസ്കസ് ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും ഉടനെ എത്തണമെന്ന് സിസ്റ്റർ പറഞ്ഞു. എന്താ ചെയ്യുന്നേ? ഞാൻ വരാം, അജേഷ് സന്നദ്ധ അറിയിച്ചു. അജേഷേ, ആരായിരുന്നല്ല വിളിച്ചത്? മാത്തുക്കുട്ടി തളർന്ന സ്വരത്തിൽ തിരക്കി. വെല്ലൂരിൽ നിന്നും സോനു, അജേഷ് പറഞ്ഞു. എന്താ വിശേഷം? ഡോക്ടർ പവിത്ര അങ്കിളിനെ പല പ്രാവശ്യം വിളിച്ചിട്ട് എടുത്തില്ലെന്ന്. ഫോൺ എടുക്കാത്തത് കഷ്ടമായിപ്പോയി. 2 ദിവസമായിട്ട് അത് ചാർജ് ഇല്ലാതെ ഡെഡായി കിടക്കുകയായിരുന്നു. സോനു എന്ത് പറഞ്ഞു? ഇവിടുന്ന് ഉത്തരവാദിത്തപ്പെട്ടവരാരെങ്കിലും ഉടനെ ഹോസ്പിറ്റലിൽ എത്തണമെന്ന്. റോണിയുടെ ഓപ്പറേഷൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കാനാണ്. ഞാൻ ചെല്ലാമെന്ന് അവളോട് പറഞ്ഞിട്ടുണ്ട്. നന്നായി. നിന്നോട് ഇങ്ങനെയൊരു കാര്യം ചോദിക്കണമെന്ന് ഞാൻ കരുതിയിരുന്നതാ. ഇപ്പോൾ അവൻ്റെ അടുത്തേക്കൊന്ന് ചെല്ലാനും ഉത്തരവാദിത്തത്തോടെ കാര്യങ്ങൾ ചെയ്യാനും നിന്നെ മാത്രമേ കാണുന്നുള്ളൂ. ചാരു കസേരയിൽ കിടന്നുകൊണ്ട് സങ്കടഭാവത്തിൽ മാത്തുക്കുട്ടി പറഞ്ഞു. എനിക്ക് ആകെയുള്ള ഒരു പ്രശ്നം എൻ്റെ മോളാണ്. അവളെന്നെ കാണാതെ ഒരു ദിവസം പോലും നിൽക്കുകയല്ല. അവളെ കൂടെ കൊണ്ടുപോയാലെന്ന് ഞാൻ ആലോചിക്കണേ. ഇത്രയും അകലേക്ക് നീ ആ കൊച്ചിനെ കൂടെ കൊണ്ടുപോയാൽ അത് പല പ്രശ്നങ്ങളുണ്ടാക്കും. നിൻ്റെ സകല സ്വാതന്ത്ര്യവും പോകും. അവളെ വീട്ടിൽ നിർത്തിയാൽ മതിയടാ. ജൈനമ്മ നോക്കിക്കോളും അവളെ, മാത്തുക്കുട്ടി ഉപദേശിച്ചു. അത് നടക്കുകയല്ലെങ്കിൽ അവൾ കാറിക്കരഞ്ഞ് നടക്കും.
യാത്ര അവൾക്ക് ഇഷ്ടമാണ്. എത്ര അകലെ പോയാലും ഛർദ്ദിക്കുകയൊന്നുമില്ല. ആ, നിന്റെ ഇഷ്ടം പോലെ ചെയ്യേ. മാത്തുക്കുട്ടി തോളി കിടന്ന ടർക്കി ടവലെടുത്ത് മുഖം അമർത്തി തുടച്ചു. അപ്പോൾ ഷേർലി അങ്ങോട്ട് വന്നു രണ്ടുപേരെയും ഊണ് കഴിക്കാൻ ക്ഷണിച്ചു. വാടാ, എന്തെങ്കിലും കഴിക്കാൻ നമുക്ക്. മാത്തുക്കുട്ടി എഴുന്നേറ്റു. അജേഷും അയാൾക്കൊപ്പം എഴുന്നേറ്റു ഡൈനിങ് ഹാളിലെത്തി. ടേബിളിൽ ചോറും ചപ്പാത്തിയും ബ്രെഡും വിവിധ തരം കറികളും നിരത്തിയിട്ടുണ്ടായിരുന്നു. മാത്തുക്കുട്ടി ചീരക്കറിയും തൈരും കൂട്ടി അല്പം ചോറ് മാത്രം കഴിച്ചു. അജേഷിന് നല്ല വിശപ്പുണ്ടായിരുന്നു. അവൻ എല്ലാ വിഭവങ്ങളും വയറ് നിറയെ കഴിച്ചു. ഊണ് കഴിഞ്ഞ് എഴുന്നേറ്റ ശേഷം അല്പനേരം കൂടി മാത്തുക്കുട്ടിയും അജേഷും സംസാരിച്ചിരുന്നു. അജേഷേ, എൻ്റെ ATM കാർഡ് തന്നുവിടാം. ഓപ്പറേഷനും മറ്റു ചെലവുകൾക്കും പണം എന്തുമാത്രം വേണമെങ്കിലും എടുക്കണം. ഹോസ്പിറ്റലിന് അടുത്ത് തന്നെ ഒന്നാന്തരം ഒരു ഹോട്ടലുണ്ട്. നീയും മോളും അവിടെ താമസിച്ചാൽ മതി. സോനുവിനെ പൂർണ്ണമായും വിശ്വസിക്കാം. പണം ചെലവഴിക്കുന്ന കാര്യത്തിലും അവളെ അവിശ്വസിക്കേണ്ടതില്ല. ഓപ്പറേഷനാകുമ്പോൾ ഇവിടുന്ന് ഞാനും ഷേർലിയും എത്തും, മാത്തുക്കുട്ടി പറഞ്ഞു. അയാൾ എഴുന്നേറ്റ് ചെന്ന് ATM കാർഡും 5000 രൂപ റെഡി കാഷും എടുത്തുകൊണ്ടുവന്ന് അജേഷിനെ ഏൽപ്പിച്ചു. കഴിയുമെങ്കിൽ ഇന്ന് തന്നെ പോകണേ, മാത്തുക്കുട്ടി അങ്ങേയറ്റം വിനയത്തോടെ അപേക്ഷിച്ചു. പോകാമെങ്കിൽ. അജേഷ് മാത്തുക്കുട്ടിയുടെ കൈ പിടിച്ചു ധൈര്യപ്പെടുത്തി. അവനപ്പോൾ തന്നെ കാറിൽ കയറി വീട്ടിലേക്ക് പുറപ്പെട്ടു. അജേഷ് വീട്ടിലെത്തി വെല്ലൂർക്ക് പോവുകയാണെന്ന് അറിയിച്ചപ്പോൾ ജൈനമ്മ അനുകൂലിച്ചു. ജോണിന് പക്ഷേ അതൊട്ടും ഇഷ്ടമായില്ല. അപ്പനെ ആശുപത്രിയിൽ കൊണ്ടുപോയി ചികിത്സിച്ച് വീട്ടിലെത്തിച്ചതേ മകനെ നോക്കാൻ വെല്ലൂർക്ക് പോകാൻ പറയുന്നത് എന്തൊരു ഇടപാടാ? അവിടെ എല്ലാ കാര്യത്തിനും ഇവിടെ ഒരുത്തനേ ഉള്ളോ? ജോൺ ചോദിച്ചു. പപ്പ, റോണിയെ അടുത്തിപ്പം ഉത്തരവാദിത്തപ്പെട്ടവരാരുമില്ല. ഉടനെ തന്നെ ഓപ്പറേഷൻ നടത്തണമെന്ന് ആശുപത്രിയിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. അങ്കിളിന് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് പരിപൂർണ റെസ്റ്റാ, അജേഷ് ഭവ്യതയോടെ പറഞ്ഞു. പോകരുതെന്നൊന്നും ഞാൻ പറയില്ല. അവൻ്റെ ചേട്ടനൊരുത്തനുണ്ടല്ലോ, ഒരു ഷൈലോക്ക്. പണം പണം പണം, അങ്ങനെയൊരു ചിന്തയിലേ അവനുള്ളൂ. കൂടപ്പിറപ്പ് സ്നേഹമില്ലാത്ത ശവം. 8 കൊല്ലമായിട്ട് ഒരു കുഞ്ഞു പോലും ഉണ്ടായിട്ടില്ല അവന്. അനിയനെ തിരിഞ്ഞു നോക്കാത്ത സ്വന്തം കാര്യം നോക്കി നടക്കുന്നു. മനസ്സാക്ഷിയില്ലാത്തവൻ. അത്രയും പറഞ്ഞിട്ട് രസിക്കാത്ത മട്ടിൽ ജോൺ കൃഷിയിടങ്ങൾ സന്ദർശിക്കാനായി ഇറങ്ങിപ്പോയി. ജയനമ്മ അജേഷിൻ്റെ അടുത്തേക്ക് ചെന്നു. എടാ, എനിക്കും കൂടി റോണിയെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു, ജയനമ്മ പറഞ്ഞു. മമ്മി ഇപ്പം പോന്നാൽ അതൊട്ടും ശരിയാകില്ല. പപ്പ അല്പം റേസായിട്ട് നിൽക്കുക. ഞാൻ പോയാൽ കുറേ ദിവസത്തേക്ക് അവിടെ താമസിക്കേണ്ടി വരും. ഓപ്പറേഷനൊക്കെ കഴിഞ്ഞേ തിരികെയുള്ളൂ. ഓപ്പറേഷൻ നടത്തിയാൽ റോണിക്ക് എഴുന്നേറ്റ് നിൽക്കാറാകുമോടാ? അതിപ്പം ഞാനിങ്ങനെ പറയും മമ്മി. എനിക്ക് മനസ്സിലായിടത്തോളം കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആണ്. എനിക്ക് അത്രയും പെട്ടെന്ന് ആശുപത്രിയിലെത്തണം. അജേഷേ, അവിടെ ആശുപത്രിയിലെ ഏതോ സ്വഭാവ ദൂഷ്യമുള്ള പെണ്ണിനെ കൊണ്ട് നിർത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ഷേർലി എന്നെ വിളിച്ചായിരുന്നു. എന്താ ഇതൊക്കെ? മമ്മി, മാത്തുക്കുട്ടി ഞങ്ങളും റോണിയുമൊക്കെ കോടികളുടെ ആസ്തിയുള്ളവരാ. അപകടത്തിൽപ്പെട്ട് അനങ്ങാൻ വയ്യാതെ ആശുപത്രിയിൽ കിടക്കുന്ന റോണിക്കിപ്പം ഫലത്തിൽ ആരുമില്ല. ഒരു പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടിയെ അവന് കൂട്ടു നിൽക്കാൻ ഡ്രൈവർ കൊണ്ടുവന്ന് കൊടുത്തു. പെണ്ണിത്തിരി കാണാൻ കൊള്ളാവുന്നതായിപ്പോയി. ഷേർലി ആൻറ്റിക്ക് ഇപ്പം അതിനെ ഓടിക്കണം. എന്താ ഇതിനൊക്കെ പറയുന്നേ? നീ അങ്ങോട്ട് പോകുമല്ലേ? ഞാൻ കേട്ടത് പറഞ്ഞതേ ഉള്ളൂ. റിങ്കുമോളെയും കൂട്ടത്തിൽ കൊണ്ടുപോയാലത് കഷ്ടപ്പാടുമാകുമോടാ നിനക്ക്? ഇവിടെ നിർത്തിയാൽ അവൾ മമ്മിയുടെ തല പറിക്കും. ഫോണിൽ കൂടി പപ്പാന്ന് വിളിച്ച് കരയുമ്പം പിന്നെ ഒന്നും മേലാത്ത അവസ്ഥയാകും. അവൾ എൻ്റെ കൂടെയുള്ളതാ. പോകുമ്പം എനിക്കൊരു സന്തോഷം, അജേഷ് പറഞ്ഞു. അജേഷ് യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. റിങ്കുമോളെ തയ്യാറാക്കിയത് ജൈനമ്മയാണ്. റിങ്കുമോൾ വലിയ സന്തോഷത്തിലായിരുന്നു. വീട്ടിൽ നിന്നിറങ്ങാൻ തുടങ്ങുമ്പോൾ അവൾ ജൈനമ്മയുടെ അടുത്ത് ഓടിയെത്തി. ജൈനമ്മ അവളെ വാരിയെടുത്തു. മമ്മച്ചി, ഉമ്മ. വലിയമ്മയുടെ ഇരുക്കവളിലും റിങ്കുമോൾ വച്ചു. ജൈനമ്മ അവളുടെ കുഞ്ഞിക്കവളുകളിൽ ഉമ്മ തിരിച്ചു നൽകി. വൈകുന്നേരം 4 മണിയോടെയാണ് അവർ പുറപ്പെട്ടത്. കാറിൻ്റെ മുൻസീറ്റിൽ പപ്പയ്ക്കരികെ റിങ്കുമോൾ ഗമയോടിരുന്നു. ഇത്രയും ദൂരത്തേക്കുള്ള യാത്ര അവൾക്ക് ആദ്യമാണ്. ഡ്രൈവിംഗ് അജേഷിന് ഹരമായിരുന്നു. എത്ര വേഗത്തിൽ ഓടിച്ചാലും പിറ്റേന്ന് മാത്രമേ വെല്ലൂരിലെത്താൻ കഴിയൂ. ദൂരം അത്രയേറെയുണ്ട്. പപ്പ, നല്ല സ്പീഡിൽ ഓടിക്കേ. റിങ്കുമോൾ അജേഷിനെ വാശി കയറ്റി. അവൻ ഇടത് കൈകൊണ്ട് മകളുടെ കവളിൽ മെല്ലെ തട്ടി. അതിവേഗത്തിലും അതീവ ശ്രദ്ധയിലും അജേഷ് കാർ പറത്തി. പിറ്റേന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിയോടെയാണ് അവർ വെല്ലൂർ നഗരത്തിലെത്തിയത്. മാത്തുക്കുട്ടി നിർദ്ദേശിച്ചിരുന്ന ഹോട്ടലിലെത്തി റൂമെടുത്തു. രണ്ടുപേരും കുളിച്ച് ഫ്രഷായി വേഷം മാറി ആഹാരം വരുത്തി കഴിച്ചു. യാത്ര ക്ഷീണം മൂലം വാടിപ്പോയിരുന്ന റിങ്കുമോൾ ഉന്മേഷം വീണ്ടെടുത്തു. 5 മണി കഴിഞ്ഞപ്പോൾ അജേഷും റിങ്കുമോളും വെല്ലൂർ ഹോസ്പിറ്റലിലെ റോണിയുടെ റൂമിലെത്തി. സോനു വന്നപ്പോൾ സത്യദീപം വാരികയിലെ ഒരു ലേഖനം റോണിയെ വായിച്ചു കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവൾ ബഹുമാനത്തോടെ പിടഞ്ഞെഴുന്നേറ്റു. റോണി അജേഷിനെയും റിങ്കുമോളെയും നോക്കി ചിരിച്ചു. അവൻ അല്പം വികാരധീനനാകുന്നതുപോലെ തോന്നിച്ചു. സോനു റിങ്കുമോളെ അരികെ വിളിച്ച് ഓരോന്ന് ചോദിക്കുകയും അവളെ ലാളിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അജേഷെ, പപ്പയ്ക്കിപ്പോൾ എങ്ങനെയുണ്ട്? റോണി തിരക്കി. പ്രഷറും ഷുഗറുമൊക്കെ നോർമലായി. 4 ദിവസം മുമ്പ് രാത്രിയിൽ പെട്ടെന്ന് അസുഖം ഉണ്ടായപ്പോഴാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. 2 ദിവസം കിടന്നു. ഡിസ്ചാർജാക്കി വീട്ടിലെത്തിച്ച നേരത്താണ് ഇവിടുന്ന് ഫോൺ വന്നത്. പെട്ടെന്ന് ഞാനിങ്ങ് പോന്നു, അജേഷ് പറഞ്ഞു.
പപ്പയ്ക്ക് ഇനി എന്തെങ്കിലും ഉണ്ടായാൽ ഹെൽപ്പിന് ആരുമില്ലല്ലോടാ, റോണി വിഷമിച്ചു. വിവരം അറിയിച്ചാൽ ആ ഡ്രൈവർ മോഹനൻ ഓടി വന്നോളും. കഴിഞ്ഞ ദിവസവും അയാളുടെ മിടുക്കൊണ്ട് സമയത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചുകൊണ്ടാണ് അങ്കിൾ കഷ്ടിച്ച് രക്ഷപ്പെട്ടത്, അജേഷ് പറഞ്ഞു. കഷ്ടകാലം വേട്ടയാടുകയായി ഞങ്ങളെ സഹായിക്കാൻ ഓരോ നേരത്തും ചിലരൊക്കെ ഉണ്ടാകുന്നുമുണ്ട്. ഇവിടെ ഇപ്പോൾ ഈ സോനു വന്നു ചേർന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ കാര്യം എത്ര ദയനീയമാകുമായിരുന്നു, റോണി പരിതപിച്ചു. സോനുവിൻ്റെ കാര്യം മാത്തുക്കുട്ടി അങ്കിൾ താല്പര്യത്തോടെ പറഞ്ഞാണ് വിട്ടിരിക്കുന്നത്. അങ്കിളിന് ആളിനോട് വലിയ സ്നേഹവും ആരാധനയും ഉണ്ടെന്ന് തോന്നുന്നു, അജേഷ് അവളെ നോക്കി പുഞ്ചിരിയോടെ പറഞ്ഞു. അജേഷ് ചേട്ടനെ പറ്റി റോണിയും എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആക്സിഡൻറ്റ് ഉണ്ടായപ്പോൾ ആദ്യം ഓടിയെത്തിയതും വെല്ലൂരിലേക്ക് കൊണ്ടുവന്നതുമൊക്കെ അജേഷ് ചേട്ടനാണെന്ന്. അജേഷ് അത് കേട്ട് പുഞ്ചിരിച്ചതേ ഉള്ളൂ. റിങ്കുമോളിങ് വന്നേ, ഈ റോണി അങ്കിളിനോട് എന്തെങ്കിലുമൊക്കെ ഒന്ന് മിണ്ടിക്കേ, അജേഷ് പറഞ്ഞു. റിങ്കുമോൾ മെല്ലെ റോണിയുടെ ബെഡിനടുത്തേക്ക് വന്നു. അവൾക്ക് അവനോട് എന്തോ ഭയമുള്ളതുപോലെ തോന്നിച്ചു. അങ്കിളിന് എന്നാ പറ്റിയതാ, റിങ്കുമോൾ ഈണത്തിൽ ചോദിച്ചു. അത് അങ്കിൾ ഓടിച്ച കാറൊന്ന് ഇടിച്ചു മോളെ. ഒത്തിരി പറ്റിയോ? എൻ്റെ പപ്പ നല്ല സൂക്ഷിച്ച കാർ ഓടിക്കുന്നേ, ഇടിപ്പിക്കുകയല്ല. റിങ്കുമോളുടെ പപ്പ നല്ല മിടുക്കം കുട്ടിയാ. ഒത്തിരിയും യാത്ര ചെയ്ത് മോളും അടുത്ത് കാണും. ഷും, റിങ്കുമോൾ ഉയരമുയർത്തി ഒരു ശബ്ദത്തിലൂടെയാണ് ഇതിന് മറുപടി കൊടുത്തത്. റിങ്കുമോളുടെ കവിളിലെ നുണക്കുഴികളും താടിയിലുള്ള ചുട്ടിയുമൊക്കെ അവളുടെ മമ്മിയുടെ തനിപ്പകർപ്പാണെന്ന് റോണിക്ക് തോന്നി. സോനുവിൻ്റെ മനസ്സിലേക്ക് ചേട്ടൻ്റെ മക്കളുടെ രൂപം തെളിഞ്ഞു. പാവം അനുവും വിനുവും, അവരിപ്പോഴെവിടെയായിരിക്കും? നാടും വീടും വെടിഞ്ഞ് ചേച്ചി മക്കളെയും കൂട്ടി കൊല്ലത്തിന് പോയി കാണും. അവിടെ അവർക്ക് സ്കൂളുണ്ടാകുമോ? കൂട്ടുകാരെ കിട്ടുമോ? ജീവിതം വഴിമുട്ടുമ്പോൾ കുഞ്ഞുങ്ങളെയും കൂട്ടി എന്തെങ്കിലും കടുകൈ ചെയ്തേക്കുമോ? എന്തായാലും ഇപ്പോൾ ഒരു വിവരവുമില്ല അവരെപ്പറ്റി. ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നുമില്ല. പെട്ടെന്ന് മൊബൈൽ ഫോൺ ശബ്ദിച്ചപ്പോൾ സോനുവിൻ്റെ ചിന്തകൾ മുറിഞ്ഞു. ടീപ്പോയിൽ നിന്നും ഫോണെടുത്ത് ഓണാക്കി ചെവിയിൽ ചേർത്തുകൊണ്ട് അവൾ പുറത്തേക്കിറങ്ങി. ഹലോ, ആരാ? നിൻ്റെ ഒരു അഭ്യുദയകാംക്ഷി. പേര് പറയടോ. കോപിക്കുകയാണോ? അത് വേണ്ട, നീ ഒരു സുന്ദരിയാണ്. നല്ല ചെറുപ്പം, ആരോഗ്യവുമുണ്ട്. മനോഹരമായ ഈ ഭൂമിയിൽ വളരെ കാലം ഇനിയും ആഹ്ലാദിച്ച് ഉല്ലസിച്ചങ്ങനെ ജീവിക്കണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അപ്പനും അമ്മയ്ക്കും ചേട്ടനും ഈ ഭൂലോകത്തൊരു നികൃഷ്ട ജീവിക്കും വേണ്ടാത്ത ആ തളർന്നു കിടക്കുന്നവനെ വിട്ട് സ്ഥലം വിട്ടോണം. എടോ അഭ്യുദയകാംക്ഷി, നീ ആണാണെങ്കിൽ നേരെ വന്ന് മുഖത്ത് നോക്കി വർത്തമാനം പറയടാ. ഞാൻ തൽക്കാലം തളർന്നു കിടക്കുന്നവനെ ഇട്ടേച്ച് പോകാൻ തീരുമാനിച്ചിട്ടില്ല. പിന്നെ ഒന്നുകൂടി പറയാം, എനിക്കിപ്പോൾ പേടി മരണത്തെയല്ലടാ, ജീവിതത്തെയാ. വച്ചിട്ട് പോട ഫോൺ. ഫോണിലൂടെ തിരിച്ചൊരു പ്രതികരണവും ഉണ്ടായില്ല. അജേഷിനെ ഡോക്ടർ സിസ്റ്റർ പവിത്ര തൻ്റെ ക്യാബിനിലേക്ക് വിളിപ്പിച്ചു. ഒരു സന്യാസിനിയുടെ പ്രശാന്ത ഭാവവും ഡോക്ടറുടെ കൂർമ്മതയും അജേഷ് ആ മുഖത്ത് കണ്ടു. മിസ്റ്റർ അജേഷ്, റോണിയെ ഇവിടെ അഡ്മിറ്റാക്കിയ ദിവസം താങ്കളും ഒപ്പമുണ്ടായിരുന്നല്ലേ? ഉണ്ടായിരുന്നു സിസ്റ്റർ. കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും ഇങ്ങോട്ട് കൊണ്ടുപോകാമെന്ന് നിർദ്ദേശിച്ചതും കൊണ്ടുവന്നാക്കിയത് ഞാനാണ്. അന്ന് ഞങ്ങളിവിടെ വളരെ വിശദമായ പരിശോധനകൾ നടത്തി. പ്രധാന ഡോക്ടർമാർ ഒരുമിച്ച് കൂടി ആലോചിച്ചു. പേഷ്യൻറ്റിനെ രക്ഷപ്പെടുത്താൻ എളുപ്പമല്ലെന്നായിരുന്നു സകലരും വിധിച്ചത്. 1-2 ദിവസം നിരീക്ഷിച്ചിട്ട് നാട്ടിലേക്ക് മടക്കിയേക്കാമെന്ന് തീരുമാനിക്കുകയും ചെയ്തിരുന്നു. ആള് പെട്ടെന്ന് മരിക്കുകയൊന്നുമില്ല. കിടപ്പ് വീട്ടിലോ അടുത്തുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലിലോ ആകുന്നതാണ് നിങ്ങൾക്കും നല്ലതെന്ന് ചിന്തിച്ചു. അപ്പോൾ ഓപ്പറേഷൻ്റെ കാര്യം പറഞ്ഞതോ ഡോക്ടർ? അജേഷ് ഇടയ്ക്കേറി ചോദിച്ചു. അതിലേക്കാണ് വരുന്നത്. അന്ന് രാത്രി വളരെ യാദൃശ്ചികമായി അമേരിക്കയിൽ നിന്നും എൻ്റെ പ്രൊഫസർ സക്രിയ മാത്യു വിളിച്ചു. 70 അടുത്ത് പ്രായമുള്ള മനുഷ്യനാണ്. ഞാൻ അദ്ദേഹത്തോട് റോണിയുടെ കാര്യം സൂചിപ്പിച്ചു. ഓപ്പറേഷനുകളിലൂടെ അതിശയകരമായി പലരെയും സുഖമാക്കിയിട്ടുള്ള പ്രൊഫസർ ഇക്കാര്യത്തിൽ താല്പര്യം കാട്ടി. പരിശോധനാ റിപ്പോർട്ടുകൾ മെയിൽ വിടാൻ പറഞ്ഞു. അടുത്ത് തന്നെ കൊച്ചിയിൽ ഒരു ഓപ്പറേഷന് വേണ്ടി വരുമ്പോൾ റോണിയെ കൂടി അറ്റൻഡ് ചെയ്യാമെന്നും സമ്മതിച്ചു. എനിക്ക് പക്ഷേ അത് പല പ്രശ്നങ്ങളും ഉണ്ടാക്കി. സിസ്റ്റർ അല്പം ഒന്ന് നിർത്തി. എന്താണ് സിസ്റ്റർ പ്രശ്നം? അജേഷ് ഉദ്യോഗത്തോടെ തിരക്കി. പ്രധാന പ്രശ്നം മറ്റൊരു ഡോക്ടർ ഇവിടെ വന്ന കാര്യങ്ങളിൽ ഇടപെടുന്നതിലുള്ള ഇവിടെയുള്ളവരുടെ ഈഗോയാണ്. അതൊക്കെ ഒരു വിധത്തിൽ ഞാൻ സോൾവ് ചെയ്തു. എൻ്റെ പ്രൊഫസർ കേസ് സ്റ്റഡി ചെയ്തിട്ട് അറിയിച്ചത് വളരെ കോംപ്ലിക്കേറ്റഡായ ഒരു ഓപ്പറേഷനിലൂടെ റോണിയെ രക്ഷിക്കാൻ കഴിഞ്ഞേക്കുമെന്നാണ്. അതിന് വളരെയേറെ ചെലവ് വരും. വിജയം ഉറപ്പില്ല താനും. ഈ വിഷയങ്ങളൊക്കെ എനിക്ക് പറയാൻ ആകെ ഇവിടെയുള്ളത് സോനു എന്ന ഒരു പെൺകുട്ടി മാത്രം. മിസ്റ്റർ മാത്തുക്കുട്ടിയെ പലതവണ വിളിച്ചിട്ട് മറുപടിയുമില്ല. ശരിക്കും ഞാൻ പൊള്ളിപ്പോയി. അത്രയും പറഞ്ഞ് സിസ്റ്റർ പുഞ്ചിരിച്ചു. ക്ഷമിക്കണം സിസ്റ്റർ, അങ്കിൾ പ്രഷർ ഡൗൺ ആയതുമൂലം 2 ദിവസം എറണാകുളത്തെ ലിസി ആശുപത്രിയിലായിരുന്നു. ഞാനാണ് കൂട്ടത്തിൽ നിന്നത്. അങ്കിളിൻ്റെ ഫോൺ ചാർജില്ലാതെ കിടന്നത് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. സോനുവിൻ്റെ കോൾ കിട്ടിയതേ ഞാൻ പുറപ്പെടുകയായിരുന്നു. മിസ്റ്റർ രാജേഷ്, ഇനി ഓപ്പറേഷൻ കഴിയും വരെ ഇവിടെ ഉണ്ടാകുമോ? ഞാൻ കാണും സിസ്റ്റർ. പണം അതെത്രയായാലും നമുക്ക് യാതൊരു പ്രശ്നവുമില്ല. ഞാൻ അതൊക്കെ മാനേജ് ചെയ്തോളാം. അജേഷ്, ഇതിനൊക്കെ പുറമെ വേറെയുണ്ട് ചില പ്രശ്നങ്ങൾ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം. റോണി ഒരിക്കലും നഷ്ടപ്പെടരുതെന്ന് തീവ്രമായി ആഗ്രഹിക്കുന്ന ചിലർ എല്ലാം നിരീക്ഷിച്ചുകൊണ്ട് നമുക്ക് പിന്നാലെയുണ്ട്. ഇന്നലെ സോനുവിനെ ഫോണിൽ വിളിച്ചൊരുത്തൻ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു.
ജീവൻ വേണമെങ്കിൽ ഇവിടെ നിന്ന് വിട്ടുപോയിക്കൊള്ളണമെന്ന്. അജേഷ് അമ്പരപ്പോടെ ഡോക്ടറെ നോക്കി. സോനു എന്നോട് ഇക്കാര്യം പറഞ്ഞില്ലല്ലോ ഡോക്ടർ. അവൾ എന്നോട് പറഞ്ഞു. റോണിയുമായി രക്തബന്ധമൊന്നുമില്ലെങ്കിലും സോനു ഹൃദയമുള്ളവളാണ്. അത്യാവശ്യം കരുത്തുമുണ്ട്. തകർച്ചയുടെ അഗാധതയിൽ കഴിയുന്ന റോണിയുടെ മനസ്സിനെ അല്പമെങ്കിലും പിടിച്ചു നിർത്തിയിരിക്കുന്നത് സോനുവാണ്. എന്നോട് വലിയ അടുപ്പമില്ലാത്തതുകൊണ്ടാകാം ഭീഷണിയുണ്ടായ കാര്യം സോനു പറയാതിരുന്നത്. ഇതിനൊക്കെ പിന്നിൽ മറ്റാരുമല്ല സിസ്റ്റർ, റോണിയുടെ സ്വന്തം ജ്യേഷ്ഠൻ തന്നെയാണ്. അവന് ഒരു മനുഷ്യനെന്ന് പോലും പറയാനാവില്ല. അനുജൻ്റെ കാര്യത്തിൽ അയാൾ കാണുന്നത് ഒരു മേഴ്സി കില്ലിംഗ് ആണ്, അജേഷ് പറഞ്ഞു. അജേഷ്, സോനു വ്യക്തിപരമായി ഒരുപാട് പ്രതിസന്ധികളെ നേരിടുന്ന കുട്ടിയാണ്. തീരെ പാവപ്പെട്ടവളും. നിവൃത്തികേട് കൊണ്ടാണ് ഈ ജോലി ഏറ്റെടുത്തിരിക്കുന്നത്. അവളുടെ കാര്യത്തിൽ എപ്പോഴും ഒരു കരുതലുണ്ടാവണം, സിസ്റ്റർ പവിത്ര ഉപദേശിച്ചു. ഞങ്ങളത് മനസ്സിലാക്കുന്നുണ്ട് സിസ്റ്റർ. മനസ്സും ശരീരവും തളർന്നു കിടക്കുന്ന റോണിക്ക് സോനു നൽകുന്ന സ്നേഹവും പരിചരണവും പ്രാണവായു പോലെ വിലപ്പെട്ടതാണ്. അവൾക്ക് പകരമാകാൻ റോണിയുടെ രക്തബന്ധത്തിലുള്ള ഒരാൾക്കും കഴിയില്ല. സ്വന്തം ഒരാളെ പോലെ സോനുവിനെ മാത്തുകുട്ടിയെങ്കിലും കണക്കാക്കുന്നുണ്ട്. മതി, നമ്മുടെ പരിശ്രമം വിജയത്തിലെത്താൻ അവളിവിടെ ഉണ്ടായേ മതിയാകും. അതുകൊണ്ട് സൂചിപ്പിച്ചതാണ്. പിന്നെ ഓപ്പറേഷൻ്റെ തീയതി ഉടനെ തീരുമാനിക്കപ്പെടും. പണം കെട്ടി വയ്ക്കേണ്ടി വരും. എന്നാണ് എത്രയാണെന്നൊക്കെ ഞാൻ പിന്നീട് അറിയിക്കാം, സിസ്റ്റർ പറഞ്ഞു നിർത്തി. പിന്നെ തിരക്കിട്ടിറങ്ങിപ്പോയി. അജേഷ് റോണിയുടെ മുറിയിൽ തിരികെ എത്തിയപ്പോൾ റിങ്കുമോൾ സോനുവിൻ്റെ മടിയിൽ കയറിയിരുന്ന് കൈകൊട്ടി പാട്ട് പാടുകയാണ്. കൗതുകത്തോടെ അതും ശ്രദ്ധിച്ച് റോണി കിടക്കുന്നു. ഇത് കൊള്ളാമല്ലോ, മോൾ ഇത്ര പെട്ടെന്ന് ആൻറ്റിയോട് കൂട്ടായോ? അജേഷ് അവൾക്കരികെ ചെന്ന് നിന്ന് ചോദിച്ചു. എനിക്ക് ആൻറ്റിയെ ഇഷ്ടമായി, അവൾ തലയാട്ടിക്കൊണ്ട് പറഞ്ഞു. മോളെ എന്തേലും കഴിച്ചായിരുന്നോ? അജേഷ് തിരക്കി. കഴിച്ചല്ലോ, ഓറഞ്ചും കടലമിഠായിയും ഈന്തപ്പഴവും ഒക്കെ ഒത്തിരി കഴിച്ചു. പിന്നെ ഈ ആൻറ്റി നല്ല കഥയൊക്കെ പറഞ്ഞു തന്നു. എന്തു കഥയായിരുന്നു? മോട്ടുമുയലിൻ്റെയും സേതു കടുവായുടെയും കഥ. അജേഷിൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ലിയായെക്കുറിച്ചുള്ള ഓർമ്മകൾ ഓടിയെത്തി. റിങ്കുമോളെ ഇതുപോലെ ലാളിക്കാനും ഓമനിക്കാനും കഥ പറഞ്ഞും പാട്ടുപാടിയുമൊക്കെ സന്തോഷിപ്പിക്കാനും അവൾക്ക് ഭാഗ്യമില്ലാതെ പോയല്ലോ. ഒരമ്മയുടെ സ്നേഹലാളനകൾ തൻ്റെ മകൾ ഏറെ കൊതിക്കുന്നുണ്ടെന്നും അവന് തോന്നി. അജേഷ്, എന്തായിരുന്നു ഡോക്ടറുമായിട്ടുള്ള ചർച്ച? സമയം ഒത്തിരി എടുത്തല്ലോ, റോണി പുഞ്ചിരിയോടെ തിരക്കി. ട്രീറ്റ്മെൻറ്റിനെ പറ്റിയും ഓപ്പറേഷനെ പറ്റിയുമൊക്കെ പറയുകയായിരുന്നു, അജേഷ് പറഞ്ഞു. വിജയിക്കാൻ നേരിയ സാധ്യത മാത്രമുള്ള ഓപ്പറേഷൻ. മിക്കവാറും അതോടെ ഞാൻ രക്ഷപ്പെട്ടേക്കും, റോണി അർത്ഥഗർഭമായി പറഞ്ഞു. അജേഷ് മെല്ലെ റോണിയുടെ കൈത്തണ്ടയിൽ പിടിച്ചു. എടാ, നീ ഇങ്ങനെ നിരാശപ്പെടരുത്. ഓപ്പറേഷൻ നടത്താനെത്തുന്നത് അമേരിക്കയിലെ വളരെ പ്രശസ്തനായ ഒരു സീനിയർ ഡോക്ടറാണ്. നമ്മുടെ ഡോക്ടർ സിസ്റ്ററുടെ അധ്യാപകനായ സക്രിയ മാത്യു. ഓപ്പറേഷൻ പിഴയ്ക്കുകയില്ല, വിജയിക്കും. അതോടെ നിനക്ക് എഴുന്നേൽക്കാനും നടക്കാനും ഒക്കെ ആകും. എനിക്ക് നല്ല വിശ്വാസമുണ്ട്, അജേഷ് പറഞ്ഞു. അതിന് മറുപടിയൊന്നും പറയാതെ റോണി കണ്ണടച്ചു കിടന്നു. അപ്പോൾ അവൻ്റെ കൺകോണിൽ ഒരു നീർത്തുള്ളി പൊടിയുന്നത് അജേഷ് കണ്ടു. അവനിലുണ്ടാകുന്ന ഭാവമാറ്റം സോനുവും സൂക്ഷ്മമായി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവൾ എഴുന്നേറ്റ് അരികിലേക്ക് ചെന്നു. എന്തു പറ്റി റോണി, കരയുകയാണോ? അവൾ ശബ്ദം താഴ്ത്തി ചോദിച്ചു. ഏയ് ഒന്നുമില്ല, റോണി പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. സോനു അവൻ്റെ മിഴിയിൽ നിന്നും ഒലിച്ചിറങ്ങിയ നീർത്തുള്ളി വിരൽത്തുമ്പാൽ തുടച്ചിട്ട് തിരികെ വന്ന് ബെഡിൽ മയങ്ങിക്കിടക്കുന്ന റിങ്കുമോൾക്കരികെയിരുന്നു. റോണി സോനുവിൻ്റെ ഓരോ ചലനവും താല്പര്യത്തോടെ ശ്രദ്ധിച്ചു. അവളുടെ മൃദുല സുന്ദരമായ വിരൽത്തുമ്പാലുണ്ടായ നേർത്ത സ്പർശം പോലും നോവുന്ന മനസ്സിന് സ്നേഹലേപനമായി. റോണി ഒരു നിമിഷം വെറുതെ ഓർത്തു. വിവാഹം, ഭാര്യ, കുഞ്ഞുങ്ങൾ, അവരിൽ നിന്ന് കിട്ടുന്ന സ്നേഹം, അവരോടൊപ്പമുള്ള ആഹ്ലാദകരമായ ജീവിതം. തനിക്ക് ഇനി അതൊന്നും സങ്കല്പിക്കാൻ പോലും അർഹതയില്ലാതായിരിക്കുന്നു. വിധി തന്നോട് എത്ര ക്രൂരതയാണ് കാട്ടിയത്. മനസ്സിലിപ്പോൾ തീർത്തും പരിമിതമായ ആഗ്രഹങ്ങളേയുള്ളൂ. ഈ കിടപ്പ് ഒന്ന് അവസാനിക്കണം, ഒന്ന് എഴുന്നേൽക്കണം. വടികുത്തിയായാലും തെല്ലിടം നടക്കണം. ഉദയാസ്തമയങ്ങൾ കണ്ട് നിലാവും നക്ഷത്രങ്ങളും കണ്ട് മനോഹരമായ ഈ ഭൂമിയിൽ കുറച്ചു കാലം കൂടി ജീവിച്ചിരിക്കണം. ദൈവമേ, അതിനെങ്കിലും നീ എന്നെ അനുവദിച്ചെങ്കിൽ. പ്രഷർ നോക്കാനും മറ്റുമായി നേഴ്സ് മുറിയിലേക്ക് കയറി വന്നു. അജേഷും സോനുവും പുറത്തെ ഇടനാഴിയിലേക്ക് ഇറങ്ങി. അജേഷ് ചേട്ടാ, മോള് നല്ല മിടുക്കിയാണല്ലോ, സോനു പറഞ്ഞു. വലിയ ശാടിക്കാരിയാ. സോനുവിനോട് പെട്ടെന്ന് കൂട്ടായത് ഒരു അതിശയമാണ്. അമ്മയില്ലാത്ത കുട്ടികൾ പൊതുവേ ശാടിക്കാരായിരിക്കും. അജേഷ് ചേട്ടാ, അവരെ എത്ര സ്നേഹിച്ചാലും പോരാന്നായിരിക്കും, സോനു സഹതാപത്തോടെ പറഞ്ഞു. എപ്പോഴും എല്ലാത്തിനും ഞാൻ തന്നെ വേണം. റോണി മെഡിക്കൽ കോളേജിൽ കിട്ടുന്ന ദിവസം കൂട്ടത്തിൽ ഞാനായിരുന്നു. ആ രാത്രിയിൽ ഇവളെൻ്റെ മമ്മിയെ ആകെ വലച്ചു കളഞ്ഞു. ഇങ്ങോട്ട് പോന്നപ്പം അവളെ വീട്ടിൽ നിർത്തിയിട്ട് പോകാൻ എല്ലാവരും പറഞ്ഞതാ. ഞാനിങ്ങ് കൊണ്ടുപോന്നു. കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായാലും എൻ്റെ മോളെ അടുത്ത് കണ്ടുകൊണ്ടിരിക്കാമല്ലോ. കൊണ്ടുവന്നത് നന്നായി അജേഷ് ചേട്ടാ, സോനു അവനെ പിന്തുണച്ചു. സോനു, ഇനി റോണിയുടെ ഓപ്പറേഷൻ കഴിഞ്ഞ് ഇവിടുന്ന് പോകുന്നതുവരെ ഞാനിവിടെ ഉണ്ടാകും. റോണിയുടെ കാര്യങ്ങളുള്ള എല്ലാ ഉത്തരവാദിത്തവും നമ്മൾ രണ്ടുപേർക്കുമാണ്. അതുകൊണ്ട് ഒരു കാര്യത്തിലും എന്നോടൊരു അകൽച്ച കാണിക്കരുത്. അയ്യോ, എന്തായി അങ്ങനെ പറയുന്നേ? എൻ്റെ പെരുമാറ്റത്തിൽ അങ്ങനെ എന്തെങ്കിലും തോന്നിയോ? സോനു അമ്പരപ്പോടെ തിരക്കി. ഒരു പ്രധാന കാര്യം സോനു എന്നോട് പറഞ്ഞില്ല. ഡോക്ടർ സിസ്റ്ററോട് പറയുകയും ചെയ്തു. ഓ,
അത് ഞാനൊരു വലിയ കാര്യമായിട്ട് എടുത്തില്ല. എനിക്കൊട്ടും പേടി തോന്നിയുമില്ല. പിന്നെ ഒരു ശത്രു റോണിക്ക് പിന്നാലെ ഉണ്ടെന്ന കാര്യം സിസ്റ്ററോട് പറഞ്ഞതേ ഉള്ളൂ. സോനുവിനുണ്ടായ ഭീഷണി നിസ്സാരമായി കാണാൻ എനിക്ക് കഴിയില്ല. ഫോൺ വിളിച്ചവനെ കണ്ടെത്തണം, ശിക്ഷിക്കണം. അതിനിന്ന് മാർഗമുണ്ട്. കോൾ വന്ന സമയവും നമ്പറും കാണിച്ച് പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്താൽ മാത്രം മതി. അത് ചെയ്തില്ലെങ്കിൽ ഇനിയും ഇത് ആവർത്തിക്കും. അജേഷ് ആവേശം കാട്ടി. സോനുവിന് പക്ഷേ യാതൊരു ഭാവമാറ്റവും ഉണ്ടായില്ല. അവൾ അലസമായി പുഞ്ചിരിച്ചു. അജേഷ് ചേട്ടാ, നമുക്ക് 2 പേർക്കും കേസിന് പുറകെ പോകാൻ എവിടെയാ നേരം? ഇവിടെ പ്രതി ആരാണെന്നും ലക്ഷ്യം എന്താണെന്നും നമുക്കൊക്കെ അറിയാമല്ലോ. പിന്നെന്തിന് അതിന് പിറകെ പോകുന്നു? ഒരാൾ കൊല്ലുമെന്ന് പറഞ്ഞ് ഭയപ്പെടുത്തിയാൽ വിരണ്ടു പോകുന്നത് സന്തോഷകരമായ ജീവിതം നയിക്കുന്നവരാണ്. മുകളിൽ ആകാശം, താഴെ ഭൂമി. അതാണ് എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. ആത്മഹത്യ ചെയ്താൽ ആത്മാവ് നശിക്കുമെന്ന് വേദപാഠ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ജീവിക്കുന്നു. ഇവിടുത്തെ ജോലി തീർന്നാൽ എങ്ങോട്ട് പോകുമെന്ന് പോലും നിശ്ചയമില്ലാത്ത ഒരുത്തി. പേടിയില്ലെന്ന് ബോധ്യമാക്കാനാണ് ഞാനിതൊക്കെ പറഞ്ഞത്. ദയവായി കൂടുതലൊന്നും എന്നോട് ചോദിക്കരുത്, സോനു വികാരാധീനയായി പറഞ്ഞു. മറുവാക്ക് പറയാനില്ലാതെ അജേഷ് അവളെ നോക്കി സ്തബ്ധനായി നിന്നു. മനോഹരമായ ചുവർ പെയിന്റിങ്ങുകളും ആകർഷകമായ ഇരിപ്പിടങ്ങളുമുള്ള സ്വീകരണ മുറിയിലിരുന്ന് ജീവൻ ചാനലിലൂടെ പ്രഭാഷണം ശ്രദ്ധിക്കുകയായിരുന്നു നിഷ. പെട്ടെന്ന് മൊബൈൽ ഫോൺ ശബ്ദിച്ചു. റിമോട്ട് കൊണ്ട് ടിവിയുടെ ശബ്ദം കുറച്ചിട്ട് അവൾ ഫോൺ അറ്റൻഡ് ചെയ്തു. ഹലോ നിഷ, ഇത് ഞാനാടി റീമ. കൂട്ടുകാരിയുടെ മധുര ശബ്ദം. നീ എവിടെയപ്പം? ഞാനിവിടെ ഊട്ടിയില്ല. ജോൺസണും മോളും കൊണ്ട് കൂടെ. ഞങ്ങൾ ഫാമിലി ടൂർ വന്നാടി. ഹോ, ഇതെന്നും ടൂറാണോ? കഴിഞ്ഞ ആഴ്ചയല്ലേ നിങ്ങൾ സിംഗപ്പൂരിൽ നിന്ന് വന്നത്? അതേടി, ഞങ്ങളിപ്പം പരമാവധി അടിച്ചു പൊളിച്ചുള്ള ഒരു ജീവിതമാണ്. കല്യാണം കഴിച്ചിട്ട് 5 കൊല്ലം പിള്ളേരുണ്ടാകാതെ ജീവിച്ചപ്പം അനുഭവിച്ച മനോവിഷമം നിസ്സാരമാണോ? നിന്നോട് ഞാനത് പറയേണ്ട കാര്യമില്ലല്ലോ. എത്ര പേര് പരിഹസിച്ചു, അടക്കം പറഞ്ഞു ചിരിച്ചു. അവരൊക്കെ മോളെയും കൂട്ടി ചെന്ന് കാണുക. ഞങ്ങളിപ്പം കേക്കും പലഹാരങ്ങളും ഒക്കെ സമ്മാനിക്കുന്നുണ്ട്. വിളിക്കുന്ന കല്യാണത്തിനും മാമോദിസയ്ക്കുമൊക്കെ 5000-ൻ്റെ ചുരിദാറുമിട്ട് മുമ്പിൽ ചെന്ന് നിൽക്കുവാന്. നീ ഏതായാലും ഭാഗ്യമുള്ളവളാ. ഒടുവിൽ രക്ഷപ്പെട്ടല്ലോ. എൻ്റെ കാര്യം ഓർത്ത് നോക്ക്. എന്തുമാത്രം പ്രാർത്ഥിക്കുന്നുണ്ട്, ചികിത്സിക്കുന്നുണ്ട്. ഇക്കണക്കിന് പോയാൽ എനിക്കൊടുവിൽ ഭ്രാന്ത് പിടിച്ചേക്കുമെന്ന് തോന്നുന്നു. ഞാൻ ഓരോന്ന് പറഞ്ഞ് നിന്നെ വിഷമമായല്ലേ? വിഷമം അതെപ്പോഴും ഉള്ളതല്ലേ? നീ പറഞ്ഞിട്ടൊന്നുമല്ല. നിഷേ, നിന്റെ കാര്യത്തിൽ പ്രശ്നം ടോണിക്കല്ലേ? ഒരു തരത്തിലും നിന്നെ കുറ്റപ്പെടുത്താൻ പറ്റില്ലല്ലോ. എനിക്കിതുവരെ ഒരു കുഞ്ഞ് ജനിക്കാതിരുന്നതിന് എൻ്റെ യൂട്രസിൻ്റെ തകരാറ് കൊണ്ടാണ്. ഒരു കുഞ്ഞുണ്ടായിരുന്നില്ലെങ്കിൽ ജോൺസൺ എന്നെ ബന്ധം പിരിക്കാനും മടിക്കില്ലായിരുന്നു. ആണുങ്ങൾ അങ്ങനെയാടി. നീ ഈ വിളിച്ചു പോകുന്നത് ജോൺസ് കേൾക്കുകയല്ലേ റീമേ? കേൾക്കുകയൊന്നുമില്ല. കുറച്ച് മാറിയേ നിൽക്കുന്നേ. അല്ലേ, കേട്ടാലെന്താ? ഞാൻ പറഞ്ഞത് സത്യം തന്നെയാ. എൻ്റെ കെട്ടിയവൻ്റെ മട്ടും ഭാവം കണ്ടാൽ മക്കളുണ്ടാകാത്തതിൽ ഒരു വിഷമവുമില്ലെന്ന് തോന്നും. എങ്ങനെയും പണമുണ്ടാക്കണം. എൻ്റെ പപ്പയോടാ കക്ഷിയുടെ മത്സരം. പപ്പയേക്കാൾ വലിയ കോടീശ്വരനാകണമെന്ന് ചിലപ്പോൾ വീമ്പ് പറയുകയും ചെയ്യും. ഞാൻ ചോദിക്കും, ഇതൊക്കെ എന്തിനാ, ആർക്കാണ്? അത് കേൾക്കുമ്പം കലിയും കയറും. നിന്റെ ടോണി ട്രീറ്റ്മെൻറ്റ് നടത്തുന്നില്ലേടി? റീമ തിരക്കി. ട്രീറ്റ്മെൻറ്റൊക്കെ ഉണ്ട്. ഒന്നും ഡോക്ടർമാർ പറയും പോലെ ചെയ്യുകയല്ല. കണ്ടമാനമുള്ള ഈ ടെൻഷനും യാത്രകളുമൊക്കെ ഒഴിവാക്കി ഒരു 5-6 മാസത്തേക്കെങ്കിലും റെസ്റ്റ് എടുക്കണമെന്ന് പ്രത്യേകം പറഞ്ഞിരുന്നതാ. ആരുണ്ട് കേൾക്കുന്നു? ഇതിനൊക്കെ ഞാൻ നിന്നെ കുറ്റപ്പെടുത്തുകയുള്ളൂ. കെട്ടിയവൻ്റെ കാര്യങ്ങളിൽ നമുക്ക് എപ്പോഴും ഒരു കൺട്രോൾ വേണം. കുഞ്ഞുണ്ടാകാത്തത് നിന്റെ കുഴപ്പം കൊണ്ടല്ലെന്ന് ഓർക്കണം. വീക്ക്നെസ് ഉള്ള ഭർത്താവിനെ അനുസരിപ്പിക്കാൻ വളരെ എളുപ്പമല്ലടി മരക്കഴുതേ. നീ എന്ത് വേണമെങ്കിലും പറഞ്ഞോ. ഇന്ന് വരെ ഞാൻ പറയുന്ന ഒരു കാര്യം ആ മനുഷ്യൻ അനുസരിച്ചിട്ടില്ല. ദൈവത്തിൽ വിശ്വാസമില്ല, കുർബാനയും കുമ്പസാരവുമില്ല. അങ്ങനെയുള്ള ഒരാളെയാ എനിക്ക് ദൈവം തന്നിരിക്കുന്നത്. അനുഭവിക്കുക, അതല്ലേ കഴിയൂ. നിഷേ, നീ ഒരു 10-20 കൊല്ലം പിറകിലാണ് ജീവിക്കുന്നത്. ഒരു സ്നേഹവും പരിഗണനയും ഇല്ലാത്ത ഒരാളുടെ കൂടെ ജീവിതം മുഴുവൻ കഴിയാനൊന്നും ഇന്നൊരു പെണ്ണും തയ്യാറാകുകയല്ല. എന്തുമാട്ടെ, ഞാനിപ്പോൾ വിളിച്ചത് മറ്റൊരു കാര്യം പറയാനാ. എന്തറിയുമേ? ജോൺസിനെയും എന്നെ ട്രീറ്റ് ചെയ്തത് ഡോക്ടർ സജി മേനനാ. ആൾ വളരെ ഫേമസാ. എന്തുമാത്രം പേർക്കാ അവരുടെ ചികിത്സ കൊണ്ട് കുഞ്ഞുങ്ങളുണ്ടായിട്ടുള്ളത്. കോട്ടയത്തെ മെഡിക്കൽ കോളേജിനടുത്ത വീട്. നിങ്ങൾ 2 പേരും കൂടെ എത്രയും പെട്ടെന്ന് അവരെ ചെന്നൊന്ന് കാണണം. ടോണിയോട് പറയാം. പറഞ്ഞു നോക്കാം, നിഷ വിരസതയോടെ പറഞ്ഞു. എടി, ഇവിടെ ഒരാളുടെ കയ്യിൽ പിടിച്ച് വിളിക്കുന്നു. മൊബൈൽ തട്ടിപ്പറിക്കാൻ നോക്കുന്നു. നിർത്തുന്നു, പിന്നെ വിളിക്കാം. റീമ ഫോൺ കട്ടാക്കി. നിഷ സെറ്റിയിൽ പിറകോട്ട് ചാരിയിരുന്നു. കൂട്ടുകാരി തൻ്റെ സന്തോഷം പങ്കുവയ്ക്കാനാണ് വിളിച്ചത്. റീമയും ഭർത്താവും ആഹ്ലാദത്തിൻ്റെ കൊടുമുടിയിലാണ്. താൻ നിരാശയുടെയും നിന്ദാപമാനങ്ങളുടെയും നടുക്കടലിലും. മക്കളില്ലാത്തതിൻ്റെ വേദന റീമയും ജോൺസും ഒരുമിച്ചാണ് അനുഭവിച്ചത്. ഇന്ന് അവർ വിജയിച്ചിരിക്കുന്നു. തന്നെ ഒത്തിരി സ്നേഹിക്കാൻ, സ്വാതന്ത്ര്യം നൽകാൻ ആരുമില്ല. മടുപ്പിക്കുന്ന ഏകാന്തതയിൽ, ദുഃഖത്തിൻ്റെ തടവുമുറിയിൽ തനിച്ചിരിക്കാനാണ് വിധി നിയോഗം. മുറ്റത്ത് കാർ വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടു. ഹോ, ഇന്ന് നേരത്തെ എത്തിയിരിക്കുന്നു. നിഷ ടെലിവിഷൻ ഓഫാക്കി എഴുന്നേറ്റു. അവൾ മുൻവശത്തെ വാതിൽക്കിലേക്ക് മെല്ലെ നടന്നു. വാതിൽ തുറന്നപ്പോൾ സിറ്റൗട്ടിൽ കയറി നിൽക്കുന്നത് പപ്പയാണ്. അവൾക്ക് അതിശയം തോന്നി. മുണ്ടും ജുബയും ധരിച്ച് ഗോൾഡൻ ഫ്രെയിമുള്ള കണ്ണട വെച്ച് ആജാനുബാഹുവായ കൊത്തയ്ക്കൽ തോമസ്
സ്നേഹവാത്സല്യ ഭാവത്തോടെ മകളെ ഉറ്റുനോക്കി. പപ്പ കയറുവാ, എത്ര നാളായി ഒന്ന് കണ്ടിട്ട്, നിഷ അദ്ദേഹത്തിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. നിനക്ക് സുഖമാണോ മോളെ? തോമസ് മകളെ ചേർത്തണച്ചു. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അവൾ ഒട്ടി നിന്നു. എനിക്ക് സുഖാ പപ്പ. ഇപ്പോഴെന്താ വരാൻ തോന്നിയേ? ഇന്ന് രാവിലെ അങ്ങനൊരു തോന്നൽ. തോമസ് പുഞ്ചിരിച്ചു. നിഷ അയാളെ സ്വീകരണ മുറിയിലേക്ക് ആനയിച്ചിരുത്തി. അവനിവിടെ ഇല്ലേ മോളെ? അയാൾ തിരക്കി. ഇല്ല, മിക്കവാറും രാത്രിയിൽ വരൂ. കോട്ടയത്ത് റിസോർട്ടിൻ്റെ പണി നടക്കുക, നിഷ പറഞ്ഞു. ഡെയ്സി ആൻറ്റിയുടെ മകളുടെ കല്യാണത്തിന് നിങ്ങളെ കണ്ടില്ലല്ലോ. അത് പോർണമെന്ന് തന്നെ കരുതിയതാ, പിന്നെ അങ്ങ് വേണ്ടെന്ന് വെച്ചു. മോശമായി പോയില്ലേ മോളെ അത്? നീയും കെട്ടിയവനും മാത്രം വരാതിരുന്നത് ഡെയ്സിക്ക് വലിയ പിണക്കമായി. അവർക്ക് ഇത്തിരി സാമ്പത്തികം കുറവായിട്ട് ആയിരിക്കുമെന്നൊക്കെ പറഞ്ഞ് പരിഭവിച്ചു. പപ്പയോട് ഞാനെന്താ പറയുന്നത്? അവർ സമ്മതിക്കാഞ്ഞിട്ടാണോ മോളെ? അല്ല പപ്പ, ഏത് ഫംഗ്ഷൻ ചെന്നാലും ആളുകൾക്ക് ഒരേ ഒരു ചോദ്യമേ ഉള്ളൂ. ചികിത്സ നടത്തുന്നില്ലേ? ആർക്കാ കുഴപ്പം? എന്താ കുഴപ്പം? പിന്നെ ഏതെങ്കിലും ഡോക്ടറുടെ പേര് പറഞ്ഞ് അവിടെ പോകാനൊരു ഉപദേശം. പലർക്കും പിള്ളേരുണ്ടായതിൻ്റെ കണക്കും പറയും. ഇതിങ്ങനെ കേട്ട് കേട്ട് മനുഷ്യൻ്റെ വെട്ടത്തിറങ്ങാൻ തന്നെ എനിക്ക് മടിയാ. പലപ്പോഴും കാറിൽ കയറിയിരുന്ന് ഞാൻ കരഞ്ഞിട്ടുണ്ട്. തോമസ് തല താഴ്ത്തി ഏതാനും നിമിഷം നിശബ്ദനായിരുന്നു. ബിസിനസ് കാര്യങ്ങളിൽ മുഴുകി തിരക്കിട്ട ജീവിതം നയിക്കുന്ന താൻ ഏകമകളുടെ മനോവേദനയുടെ ആഴം വേണ്ടത്ര മനസ്സിലാക്കാതെ പോയല്ലോ എന്ന് തോമസ് ഓർത്തു. കോട്ടയത്തും ചങ്ങനാശ്ശേരിയിലും തിരുവല്ലയിലും വൻകിട വസ്ത്രാലയങ്ങൾ അയാൾക്കുണ്ട്. കേരളത്തിലെ പാരമ്പര്യ വസ്ത്ര വ്യാപാരികളിൽ ഒരാളാണ് കൊത്തയ്ക്കൽ തോമസ്. സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിലും ഇതിനകം ശ്രദ്ധേയനായിട്ടുണ്ട്. മോളെ, എല്ലാ സൗഭാഗ്യങ്ങളും ഒരുമിച്ച് ദൈവമാർക്കും കൊടുക്കില്ലെന്ന് പറയാറുള്ളത് എത്ര സത്യമാ. നമ്മുടെ കുടുംബം ഇടപെടുന്ന കാര്യങ്ങളൊക്കെ വിജയമാകുന്നുണ്ട്. ബിസിനസ്സിൽ ഇന്നുവരെ ഒരു തിരിച്ചടി ഉണ്ടായിട്ടില്ല. കുടുംബ ബന്ധവും നല്ല രീതിയിൽ പോകുന്നു. വലിയ രോഗങ്ങളും ഇതുവരെ ആർക്കുമില്ല. മക്കളെ തരുന്നതിൽ മാത്രം ദൈവം പിശുക്ക് കാട്ടി. ആകെ കൂടി ഒരാൾ നീ മാത്രം. നിന്റെ കല്യാണം നടത്തുമ്പോൾ മനസ്സിലൊരു സ്വാർത്ഥ വിചാരമുണ്ടായിരുന്നു. എൻ്റെ മോൾക്ക് ആണും പെണ്ണും ഒക്കെയായി ഒത്തിരി മക്കളുണ്ടാകണം. അവരിൽ ബിസിനസ് താല്പര്യമുള്ള മിടുക്കർ എൻ്റെ ടെക്സ്റ്റൈൽ ഷോപ്പുകളൊക്കെ ഭാവിയിൽ നടത്തിക്കൊണ്ടു പോകണം. എല്ലാം വെറുതെയായി. ഒരെണ്ണത്തിനെ പോലും ദൈവം നമുക്ക് തന്നില്ലല്ലോ മോളെ. ഇങ്ങനെയായാൽ വീട് അന്യം നിന്ന് പോകുമല്ലോ കർത്താവേ. തീവ്ര സങ്കടത്തോടെ തോമസ് നെഞ്ചിൽ കൈവച്ചു. പപ്പയുടെ വിലാപം കേട്ട് നിഷയുടെ മിഴികൾ നിറഞ്ഞൊഴുകി. വിഷമിക്കാതെ പപ്പ, ദൈവം എനിക്ക് മക്കളെ തരും. അല്പനേരം തനിച്ചിരിക്കെ, ഞാൻ ചെന്ന് ചായ കൊണ്ടുവരാം, നിഷ പറഞ്ഞു. ഇവിടെ സെർവൻസ് ഇല്ലേ മോളെ? ഉണ്ട്, അടുക്കളയിൽ 2 പേരുണ്ട്. പപ്പ വന്ന കാര്യം അവരറിഞ്ഞു കാണില്ല. അങ്ങനെ പറഞ്ഞ് നിഷ കിച്ചണിലേക്ക് പോയി. അവൾ എത്തിയപ്പോൾ ചായയും പലഹാരവും റെഡിയായി കഴിഞ്ഞിരുന്നു. അത് ട്രേയിൽ എടുത്തു വെച്ച് നിഷ വേഗം തിരികെ എത്തി. പപ്പയുടെ കയ്യിലേക്ക് ചായക്കപ്പോൾ എടുത്തു കൊടുത്തു. കടുപ്പവും മധുരവും പാകത്തിന് ചേർത്ത ചായ തോമസ് താല്പര്യത്തോടെ കുടിച്ചു തീർത്തു. മോളെ, പരിശോധനകളിൽ നിനക്ക് യാതൊരു തകരാറുമില്ലെന്നല്ലേ കണ്ടെത്തിയത്? തോമസ് ചോദിച്ചു. അതെ, ടോണിക്ക് കൗണ്ട് കുറവാ, നിഷ പറഞ്ഞു. ഇപ്പോഴും ട്രീറ്റ്മെൻ്റ് ഇല്ലേ? ഉണ്ട്. തോമസ് പിന്നെയും ചിന്തയിൽ മുഴുകി. വിരുദ്ധ ചിന്തകൾ അയാളെ മതിച്ചുകൊണ്ടിരുന്നു. നിഷ, ടോണിയുടെ അനുജൻ റോണി ആക്സിഡൻറ്റ് പറ്റി വെല്ലൂർ ആശുപത്രിയിലാണെന്ന് കേട്ടല്ലോ. നീ എന്താ എന്നോടത് പറയാതിരുന്നത്? അത് ആരോടും അറിയിക്കണ്ടെന്ന് ടോണി വിലക്കിയിട്ടാ. ബന്ധുക്കളെ അറിയിച്ചാലെന്താ? അപകടമുണ്ടാക്കുന്നത് അപമാനമാണെന്ന് ഓർത്തിട്ടാണോ? പപ്പയ്ക്കറിയില്ല. ടോണി ഒരു പ്രത്യേക സ്വഭാവക്കാരനാ. എടി, മകളുടെ ഭർത്താവിൻ്റെ അനുജൻ അപകടത്തിൽപ്പെട്ട് വലിയൊരു ആശുപത്രിയിലായിട്ട് 2 ആഴ്ചയിലധികമായിട്ട് ഞാൻ അറിഞ്ഞില്ല. എനിക്ക് അവിടെ വരെ പോയി അവനെ ഒന്നും കാണാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ മറ്റുള്ളവർ പറഞ്ഞ് എനിക്ക് അത് അറിയേണ്ടി വന്നു. അവൻ വിലക്കിയാലും നീ എന്നെ അറിയിക്കേണ്ടതായിരുന്നു, തോമസ് മകളെ കുറ്റപ്പെടുത്തി. അനുജനോട് ടോണിക്ക് ഒരു ഇഷ്ടവുമില്ല പപ്പ. എനിക്ക് ഹോസ്പിറ്റലിൽ ചെന്ന് റോണിയെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. സമ്മതിക്കുന്നില്ല. ഹോ, കേട്ടിട്ട് തല മരയ്ക്കുന്നു. ഇവനിത് എന്തു മനുഷ്യനാ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നീ ഇതുവരെ തുറന്ന് പറഞ്ഞിട്ടില്ലല്ലോ മോളെ. എപ്പോഴും സുഖമാണെന്നേ നീ പറഞ്ഞിട്ടുള്ളൂ. അവനവൻ്റെ വിധി അവനവൻ തന്നെയല്ലേ അനുഭവിക്കേണ്ടത്. വെറുതെ മറ്റുള്ളവരെ കൂടെ എന്തിന് ഓരോന്ന് പറഞ്ഞ് വിഷമിപ്പിക്കുന്നു? നീ എന്താ വിശുദ്ധയാകാനുള്ള തയ്യാറെടുപ്പാണോ? നിഷ അതിന് മറുപടി പറഞ്ഞില്ല. എത്ര വിവാഹാലോചനകൾ വന്നതാ നിനക്ക്? മാവുങ്കൽ മാത്തുക്കുട്ടിയുടെ നേരത്തെ അറിയാവുന്നതുകൊണ്ട് ഇത് തന്നെ മതിയെന്ന് നിശ്ചയിച്ചത് ഞാൻ തന്നെയാ. നീ സമ്മതിക്കുകയും ചെയ്തു. ഇതുവരെ അറിഞ്ഞിടത്തോളം മാത്തുക്കുട്ടിയുടെ യാതൊരു നന്മയും മകനില്ല, തോമസ് സ്വയം പഴിച്ചു. നിഷ അതും മൗനമായി കേട്ടു നിന്നതേയുള്ളൂ. മോളെ, ഇങ്ങനെയൊരു സാഹചര്യത്തിൽ അല്പം കടുത്ത ചില ആലോചനകൾ നടത്തേണ്ടി വരും. തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. നീ സഹകരിക്കണം. തോമസ് നിഷയുടെ മുഖത്ത് നോക്കാതെയാണത് പറഞ്ഞത്. എന്താ പപ്പ ഉദ്ദേശിക്കുന്നത്? നമ്മൾ കത്തോലിക്ക വിശ്വാസികളായതുകൊണ്ട് പള്ളി എറിഞ്ഞ് അരമന എറിഞ്ഞ് ഒരു വിവാഹമോചനം എളുപ്പമല്ല. എങ്കിലും ഭർത്താവിന് ശേഷിയില്ലെന്ന് തെളിയിച്ചാൽ അനുമതി കിട്ടും. ചികിത്സാരേഖകൾ വെച്ച് ഒരപേക്ഷ കൊടുത്താൽ മതിയാകും. നിഷ പാപകരമായതെന്തോ കേട്ടതുപോലെ ഇരു കൈക്കൊണ്ടും ചെയ്യുപൊത്തി. ഇല്ല പാപ്പ, ഞാനിതൊരിക്കലും സമ്മതിക്കില്ല. മക്കളുണ്ടായില്ലെങ്കിലും ഭർത്താവിന് തരുമ്പോൾ സ്നേഹമില്ലെങ്കിലും എനിക്കിത് മതി. സഹിച്ചോളാം ഞാൻ. ഇനി മറ്റൊരു വിവാഹം, മറ്റൊരു പരീക്ഷണം എനിക്ക് വയ്യ പപ്പ, വയ്യ. നിഷ നിയന്ത്രണം വിട്ട് പൊട്ടിക്കരഞ്ഞു.
റോണിയുടെ ഓപ്പറേഷൻ നടത്താൻ അമേരിക്കയിൽ നിന്നും ഡോക്ടർ സക്കറിയ മാത്യു വരുന്നത് വെല്ലൂരിലെ ചീഫ് സർജൻ ഡോക്ടർ രവിവർമ്മയ്ക്ക് ഒട്ടും ഇഷ്ടമായില്ല. സിസ്റ്റർ പവിത്ര വലിയ പ്രതിസന്ധിയിലായി. അവർ രവി ഡോക്ടറെ ചെന്ന് കണ്ടു. ഡോക്ടർ, ദയവായി ഈ ലീവ് ക്യാൻസൽ ചെയ്യണം. റോണിയുടെ ഓപ്പറേഷൻ സമയത്ത് ഡോക്ടർ സഹകരിച്ചില്ലെങ്കിൽ കാര്യങ്ങളാകെ പൊളിയും. എനിക്ക് തന്നെ എല്ലാം മാനേജ് ചെയ്യാനാവില്ല, സിസ്റ്റർ പറഞ്ഞു. ഡോക്ടർ രവിവർമ്മ സിസ്റ്ററെ രൂക്ഷമായി നോക്കി. ഓപ്പറേഷനിൽ ഞാൻ എങ്ങനെയാണ് സിസ്റ്റർ സഹകരിക്കേണ്ടത്? ടൂളുകൾ എടുത്തു കൊടുക്കണോ? അതോ ഒടുവിലെല്ലാം കഴുകി വൃത്തിയാക്കണോ? ഡോക്ടർ എന്നെ പരിഹസിക്കുകയാണല്ലേ? ഒരിക്കലുമല്ല. അറിവില്ലാത്ത കാര്യങ്ങൾ ചോദിച്ചെന്നേ ഉള്ളൂ. ഡോക്ടർ വളരെ യാദൃശ്ചികമായാണ് പ്രൊഫസർ സക്കറിയ മാത്യുവുമായി ഞാൻ ഫോണിലൂടെ സംസാരിച്ചത്. ഞാൻ വിവരം പറഞ്ഞപ്പോൾ സ്കാനിംഗ് റിപ്പോർട്ടുകളും മറ്റും ഡീറ്റെയിൽസും മെയിൽസ് സെൻഡ് ചെയ്യാൻ പറഞ്ഞു. ഞാനത് ചെയ്തു. അദ്ദേഹം അത് പഠിച്ചു കഴിഞ്ഞ് എന്നെ വിളിച്ചു. ഓപ്പറേഷനിലൂടെ ടോണിയെ സുഖമാക്കാൻ കഴിയുമെന്നും നാട്ടിൽ വരുമ്പോൾ കേസ് അറ്റൻഡ് ചെയ്യാമെന്നും അറിയിച്ചു. ഡോക്ടർ രവി ഇങ്ങനെ നെഗറ്റീവായിട്ട് നിന്നാൽ ഞാൻ എന്ത് ചെയ്യും? സിസ്റ്ററെ, ഓപ്പറേഷനിലൂടെ പേഷ്യൻ്റ് രക്ഷപ്പെടാനുള്ള സാധ്യത വെറും 5% ഇവിടെയുള്ള പ്രധാന ഡോക്ടർമാരെല്ലാവരും ചേർന്ന് കണ്ടെത്തിയതാണ്. കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇതേ അഭിപ്രായം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്പറേഷൻ നടത്താതിരുന്നാൽ ഇതേ അവസ്ഥയിൽ ആൾ കുറേ വർഷത്തേക്ക് ജീവിച്ചേക്കാം. ആ മനുഷ്യനെ കശാപ്പ് ചെയ്യാനാണെങ്കിൽ നാട്ടിലുണ്ടല്ലോ ആളുകൾ, എന്തിന് വിദേശിയെ വിളിച്ചു വരുത്തുന്നു? പേഷ്യൻറ്റിനെ രക്ഷപ്പെടുത്താൻ ഒരു അവസാന ശ്രമം എന്നതേ ഉദ്ദേശിക്കുന്നുള്ളൂ ഡോക്ടർ, സിസ്റ്റർ പവിത്ര വിനയം ഭാവിച്ചു. ഉദ്ദേശം അതൊന്നുമല്ല. സ്റ്റെതസ്കോപ്പ് കൊണ്ട് മനുഷ്യ ശരീരം പരിശോധിക്കാൻ മാത്രമല്ല, വാക്കും പ്രവൃത്തിയും മുഖഭാവവും ഒക്കെ കണ്ട് ഒരാളുടെ മനസ്സിലിരിപ്പ് മനസ്സിലാക്കാനും എനിക്ക് കഴിയും. സിസ്റ്ററിന് ആ പേഷ്യൻറ്റിനോട് പ്രേമമാണ്. മുഖത്ത് നോക്കി നിഷേധിക്കാമോ? ഡോക്ടർ രവി സിസ്റ്റർ പവിത്രയെ ഉറ്റുനോക്കി. സിസ്റ്റർ പവിത്ര ഷോക്കേറ്റതുപോലെ നിന്നു. മനസ്സ് പൊള്ളിപ്പിടഞ്ഞു. ഒരു സന്യാസിനിയായ തനിക്കെതിരെ എത്ര മ്ലേച്ഛമായ ആരോപണമാണ് ഇയാൾ ഉന്നയിച്ചിരിക്കുന്നത്. പെട്ടെന്നൊന്ന് പതറിയെങ്കിലും സിസ്റ്റർ ആത്മവിശ്വാസം തിരികെ പിടിച്ചു. ഡോക്ടർ രവി, താങ്കൾ പറഞ്ഞത് സത്യമാണ്. പ്രേമം എന്ന പദത്തിന് താങ്കൾ ഉദ്ദേശിച്ചതല്ലാതെ മറ്റൊരർത്ഥം കൂടിയുണ്ട്. ഈ ഹോസ്പിറ്റലിലെ ഓരോ പേഷ്യൻറ്റിനെയും പോലെ ഞാൻ റോണിയെയും സ്നേഹിക്കുന്നു. ആ ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് നടക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിനുവേണ്ടി എനിക്ക് ചെയ്യാവുന്നതൊക്കെ ഞാൻ ചെയ്യും, സിസ്റ്റർ ഗൗരവത്തോടെ പറഞ്ഞു. ഡോക്ടർ രവിവർമ്മ ചിരിക്കൂട്ടി ഒരു പുച്ഛച്ചിരി ചിരിച്ചു. ബഹുമാനപ്പെട്ട സിസ്റ്ററെ, ഈ ഹോസ്പിറ്റലിൽ ഇതിലും ദയനീയ സ്ഥിതിയിലുള്ള രോഗികൾ വേറെയുമുണ്ട്. അവർക്ക് വേണ്ടിയൊന്നും സിസ്റ്റർ ഇത്രയ്ക്ക് ആവേശം കാണിച്ചു കണ്ടില്ല. അമേരിക്കയിൽ നിന്ന് പ്രൊഫസറെ ഇറക്കുമതി ചെയ്യുന്നുമില്ല. ലീവിനെ അപേക്ഷിച്ച് സ്ഥലം വിടാനിറങ്ങിയ എന്നെക്കൊണ്ട് കൂടുതൽ പറയിക്കരുത്. ഡോക്ടർ രവിവർമ്മ വെറുപ്പോടെ നടന്നകന്നു. സിസ്റ്റർ പവിത്ര തൻ്റെ ക്യാബിനിലേക്ക് മടങ്ങി. ഇയാളോട് മിണ്ടിയത് തന്നെ അബദ്ധമായെന്ന് സിസ്റ്ററിന് തോന്നി. അനാവശ്യമായ ഈഗോ ഡോക്ടർ പ്രൊഫഷൻ്റെ ഒരു ശാപമാണ്. ഇത്തരക്കാരുടെ പ്രവൃത്തി മൂലം എത്രയോ രോഗികളാണ് കഷ്ടപ്പെടുന്നത്, മരിക്കുന്നത്. ഒരാളുടെ അസാന്നിധ്യത്തിൽ അയാളുടെ പേഷ്യൻറ്റിന് അടിയന്തര ശുശ്രൂഷ ചെയ്തു കൊടുക്കുന്നത് പോലും ഇഷ്ടപ്പെടാത്തവരുണ്ട്. എതിരാളിയുടെ പേഷ്യൻ്റ് മരിക്കുന്നത് തൻ്റെ നേട്ടമായും വിജയമായും കരുതുന്നവർ പോലുമുണ്ട്. താൻ പക്ഷേ വെറുമൊരു ഡോക്ടറല്ല, ദൈവത്തിൻ്റെ മണവാട്ടിയാണ്. തന്നെ നയിക്കുന്നതും നിയന്ത്രിക്കുന്നതും ശക്തനായ ദൈവമാണ്. പ്രതിസന്ധികളിൽ അവൻ തന്നെ കൈവെടിയുകയില്ല. സിസ്റ്റർ പവിത്ര ക്യാബിനിലെത്തി മുഖം കഴുകി. ടെൻഷൻ മൂലമാകാം വല്ലാത്ത ദാഹം അനുഭവപ്പെട്ടു. ഒരു ഗ്ലാസ് തണുത്ത വെള്ളം കുടിച്ചിട്ട് കസേരയിൽ വന്നിരുന്നു. ആത്മവിശ്വാസവും കരുത്തും കിട്ടാനായി മേശപ്പുറത്തിരുന്ന ക്രൂശിത രൂപമെടുത്ത് സിസ്റ്റർ ചുംബിച്ചു. മനസ്സിൻ്റെ ഭാരം പെട്ടെന്ന് അകന്നതുപോലെ തോന്നി. അപ്പോൾ സെൽഫോൺ ശബ്ദിച്ചു. സിസ്റ്റർ അതെടുത്തു. ഹലോ, ആരാണ്? ഞാൻ മത്തുകുട്ടിയാണ് സിസ്റ്റർ, റോണിയുടെ പപ്പ. കൊള്ളാം, കുറേ ദിവസമായല്ലോ ഒന്ന് അന്വേഷിച്ചിട്ട്. അത് തീരെ സുഖമില്ലായിരുന്നു ഡോക്ടർ. റോണിയുടെ അടുത്തേക്ക് വരണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, കഴിയാത്ത അവസ്ഥയാണ്. വിവരമൊക്കെ അജേഷ് പറഞ്ഞിരുന്നു. ഓപ്പറേഷൻ്റെ തീയതി നിശ്ചയിച്ചിട്ട് അറിയിക്കാം. പ്രാപ്തിയും ആത്മാർത്ഥതയുമുള്ള ഒരാളെ പറഞ്ഞുവിട്ടത് നന്നായി. അജേഷും സോനുവും ഇവിടെ വേണ്ടതൊക്കെ ചെയ്യുന്നുണ്ട്. റോണിയുടെ സങ്കടഭാവമൊക്കെ മാറിയോ സിസ്റ്റർ? ഓപ്പറേഷന് അവൻ മനസ്സുകൊണ്ട് സന്നദ്ധനായി കഴിഞ്ഞു. അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും സോനുവിനുള്ളതാണ്. തൻ്റെ കൊച്ചുമകളെയും കൂട്ടി റോണിക്ക് സഹായത്തിനെത്തിയ അജേഷും വളരെ നല്ല മനുഷ്യനാണ്. സിസ്റ്ററെ, എൻ്റെ മൂത്ത മകൻ ഒട്ടും മനുഷ്യത്വമില്ലാത്തവനായിപ്പോയി. അനുജൻ ഇങ്ങനെ കിടക്കുമ്പോൾ സഹായിക്കേണ്ടവനായിരുന്നു. ഉപകാരമൊന്നും ചെയ്തില്ലെങ്കിലും അവൻ ഉപദ്രവിക്കാതിരുന്നെങ്കിലാണെന്നാണ് ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നത്. താങ്കളുടെ മകൻ്റെ ആളുകൾ കഴിഞ്ഞ ദിവസവും സോനുവിനെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തി. അവളെ ഇവിടെ നിന്ന് ഓടിക്കാൻ പല തന്ത്രങ്ങളും പയറ്റുകയാണ് അയാൾ. ഇനിയും ഇത് ആവർത്തിച്ചാൽ കംപ്ലൈൻറ്റ് നൽകേണ്ടി വരും. ആദ്യ സംസാരം ഉണ്ടായപ്പോൾ നമ്മൾ വിട്ടുവീഴ്ച ചെയ്ത് ഒരു കഴിവുകേടായിട്ടാണ് അവൻ കാണുന്നതെന്ന് തോന്നുന്നു. സോനുവിനെ ഭീഷണിപ്പെടുത്തിയ കാര്യം ഞാൻ അറിഞ്ഞില്ല സിസ്റ്റർ. അവൾ എന്നെ അറിയിച്ചില്ല. അജേഷും പറഞ്ഞില്ല, മാത്തുക്കുട്ടി ഉദ്യോഗത്തോടെ പറഞ്ഞു. സോനു ഇക്കാര്യം എന്നോട് മാത്രമാണ് പറഞ്ഞത്. അവൾ ഭയപ്പെട്ടിട്ടൊന്നുമല്ല. കേസ് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അതിന് പിറകെ പോകാൻ എവിടെ സമയമെന്നവൾ ചോദിച്ചു. അജേഷിനോട് ഞാൻ ഇക്കാര്യം സൂചിപ്പിച്ചിരുന്നു. ഞാൻ അറിഞ്ഞില്ല. എൻ്റെ അസുഖത്തെ പറ്റിയോർത്ത് അജേഷ് പറയാത്തതായിരിക്കും. ഇനി എന്തെങ്കിലും ഉണ്ടായാൽ സിസ്റ്റർ പറയണേ. മകനെതിരെ ഞാൻ കൊടുക്കും ക്രിമിനൽ കേസ്.
മടിയിൽ എനിക്കതിന്. അല്ലെങ്കിൽ ആ ദുഷ്ടനെ തീർക്കാനും മാത്തുക്കുട്ടി മടിക്കില്ല. താങ്കൾ വല്ലാതെ നെർവസ് ആയിരിക്കുന്നു. സാഹസമൊന്നും വേണ്ട, തീർക്കാനും പോകണ്ട. അവനിനി ഇത് ആവർത്തിച്ചാൽ വേണ്ടത് ചെയ്യാൻ എനിക്കറിയാം. തൽക്കാലം സമാധാനമായിട്ടിരിക്കെ. നിർത്തുക. സിസ്റ്റർ പവിത്ര കോൾ കട്ടാക്കി. ഫോൺ മേശപ്പുറത്ത് വെച്ച് സിസ്റ്റർ പവിത്ര സീറ്റിൽ പിറകോട്ട് ചാഞ്ഞിരുന്നു. സോനുവിന് ഭീഷണിയുണ്ടായ വിവരം മാത്തുക്കുട്ടിയോട് പറഞ്ഞത് അബദ്ധമായെന്ന് സിസ്റ്ററിന് തോന്നി. നിരാലംബയായ സോനു റോണിക്ക് വേണ്ടി അനുഭവിക്കുന്ന ത്യാഗം മനസ്സിലാക്കട്ടെ എന്ന് കരുതിയാണത് സൂചിപ്പിച്ചത്. പൊതുവെ ശാന്തനായ മാത്തുക്കുട്ടി മകനെതിരെ കേസ് കൊടുക്കുമെന്നും സഹികെട്ടാൽ അവനെ തീർത്ത് കളയുമെന്നുമാണ് പ്രതികരിച്ചത്. ഹൃദ്രോഗിയായ ആ മനുഷ്യൻ്റെ മനസ്സിപ്പോൾ പൊള്ളി പിടയുകയാകും. ഡോറിൽ ആരോ മുട്ടിയപ്പോൾ സിസ്റ്ററുടെ ചിന്തകൾ മുറിഞ്ഞു. യെസ്, കയറി വന്നോളൂ. സിസ്റ്റർ പവിത്ര അനുമതി നൽകി. റൂമിലേക്ക് കയറി വന്നത് അസിസ്റ്റന്റ് സർജൻ ഡോക്ടർ ഹരിപ്രസാദാണ്. 30 കഴിഞ്ഞ സുമുഖനായ ഡോക്ടർ ഹരിപ്രസാദ് നന്നേ ചെറുപ്പത്തിൽ തന്നെ പ്രാപ്തി തെളിയിച്ചയാളാണ്. ഇരിക്കും ഡോക്ടർ ഹരി. സിസ്റ്റർ പവിത്ര പുഞ്ചിരിയോടെ എതിരെ കിടന്ന സീറ്റ് ചൂണ്ടി പറഞ്ഞു. അദ്ദേഹം കസേരയിൽ കടന്നിരുന്നു. എന്താ ഡോക്ടർ, ഇപ്പോഴിങ്ങനെ ഒരു വരവ്? സിസ്റ്റർ തിരക്കി. എനിക്ക് പേഴ്സണലായിട്ട് ഇത്തിരി സംസാരിക്കാനായിരുന്നു, ഡോക്ടർ ഹരി പറഞ്ഞു. പറഞ്ഞോളൂ ഡോക്ടർ, എന്താണെങ്കിലും. സിസ്റ്റർ തൻ്റെ കയ്യിലിരുന്ന പേന മേശപ്പുറത്ത് മെല്ലെ തട്ടി. ഡോക്ടർ, രവി ലീവ് എടുത്ത് പോയത് സിസ്റ്ററിനെ വല്ലാതെ വിഷമിപ്പിച്ചല്ലേ? അതെ, ഒരു ഓപ്പറേഷൻ നടത്താനായി ഞാൻ ക്ഷണിച്ചിട്ട് ഒരു പ്രൊഫസർ അമേരിക്കയിൽ നിന്ന് എത്തുമ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരാൾ മാറിക്കളയുന്നത് സങ്കടകരമല്ലേ ഡോക്ടർ? അദ്ദേഹം മാറിയത് നന്നായെന്നേ ഞാൻ പറയൂ. റോണിയുടെ ഓപ്പറേഷൻ വിജയകരമായി നടത്താൻ ഡോക്ടർ രവി ഇല്ലാത്തതാണ് നമുക്ക് നല്ലത്, ഡോക്ടർ ഹരി പറഞ്ഞു. എനിക്ക് മനസ്സിലായില്ല. സിസ്റ്റർ പവിത്ര ഡോക്ടർ ഹരിയെ പ്രത്യേക ഭാവത്തിൽ നോക്കി. ഡോക്ടർക്ക് ഇനിയും രവി ഡോക്ടറെ മനസ്സിലായിട്ടുണ്ടാവില്ല. അയാൾ മുഴുവൻ നേരവും ഉപദ്രവിക്കുന്നതും പാരപണിയുന്നതും എനിക്കിട്ടാണല്ലോ. പല കാര്യങ്ങളിലും കൃത്യമായ എവിഡൻസ് എനിക്ക് കിട്ടിയെങ്കിലും ഞാൻ ആരോടും ഇതുവരെ പരാതിപ്പെട്ടിട്ടില്ല. അദ്ദേഹത്തോട് പരിഭവം കാട്ടിയിട്ടുമില്ല. ഇവിടെ എനിക്ക് പിടിച്ചു നിൽക്കണമെന്നുണ്ട്, അതുകൊണ്ട് മാത്രം. ഡോക്ടർ ഹരി വികാരാധീനനായി. ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വേണ്ടപ്പെട്ടവരെ അറിയിക്കേണ്ടതല്ലേ ഡോക്ടർ ഹരി? അത് കണ്ടു പ്രയോജനമുണ്ടെന്ന് തോന്നുന്നില്ല. ഇവിടെ അങ്ങേർക്ക് ദിവ്യത്വം കൽപ്പിക്കുന്ന ഒരു ലോബി തന്നെയുണ്ടെന്നേ. അതെനിക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ കരിയറിൽ അയാളൊരു ബിഗ് സീറോ മാത്രമാണ്. അസൂയയും പണക്കൊതിയും പകയും മാത്രമേ ഉള്ളൂ ഡോക്ടർ രവിയുടെ മനസ്സിൽ. സിസ്റ്റർ പവിത്ര വിരസമായി പുഞ്ചിരിച്ചു. പൊതുവെ ഇങ്ങനെ ഒരാളെ കുറ്റപ്പെടുത്തി പറയുന്നത് ശരിയാണോ ഡോക്ടർ? നമ്മൾ പറയുന്നതിന് കൃത്യമായ അടിസ്ഥാനം വേണമല്ലോ. സിസ്റ്റർ, അടുത്ത കാലത്ത് ഒരു 2 കോംപ്ലിക്കേറ്റഡ് ഓപ്പറേഷനുകൾ ഞാൻ നടത്തി. സർജറി നടത്തുമ്പോൾ തിയേറ്ററിൽ ഡോക്ടർ രവിവർമ്മയും ഉണ്ടായിരുന്നു. അയാൾ കയ്യും കെട്ടി നോക്കി നിന്നതേയുള്ളൂ. ഓപ്പറേഷൻ സക്സസ് ആയതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും മാനേജ്മെൻറ്റിന് മുമ്പിലും പേഷ്യൻറ്റിന് മുമ്പിലും അയാൾക്ക് കിട്ടി. ഇതിനൊക്കെ പുറമെ പലതരം സമ്മാനങ്ങളും വീട്ടിലെത്തി. ഇതെല്ലാം ഞാനിപ്പോൾ കേൾക്കുന്നു. സിസ്റ്റർ പവിത്ര അതിശയിച്ചു. സിസ്റ്ററെ, ഡോക്ടർ രവിയുടെ കാര്യങ്ങൾ ഇവിടെ എല്ലാവർക്കും അറിയാം. ആരും ഒന്നും പ്രതികരിക്കുന്നില്ല. അടുത്ത കാലത്ത് OPയിൽ അങ്ങേർക്ക് തീരെ ആൾ കുറവാണ്. എനിക്ക് പക്ഷേ പേഷ്യൻസ് കൂടിയിട്ടുമുണ്ട്. അതിനയാൾ ചെയ്ത പണിയെന്തെന്ന് സിസ്റ്റർ മനസ്സിലാക്കണം. എൻ്റെ അടുത്ത് സ്ത്രീകൾ തനിയെ കയറുന്നത് അപകടമാണെന്ന് പറഞ്ഞു പരത്തി. പിന്നെ ഏറ്റവും വേദനിപ്പിച്ചത് ആ ഒരു കാര്യമാണ് സിസ്റ്റർ. ഡോക്ടർ ഹരിദാസ് സങ്കടപ്പെട്ടു. തന്നെക്കുറിച്ചും ഇതുപോലൊരു ആക്ഷേപമാണല്ലോ ഡോക്ടർ രവി പറഞ്ഞുണ്ടാക്കിയതെന്ന് സിസ്റ്റർ ചിന്തിച്ചു. ഡോക്ടർ ഹരി, ചീഫ് സർജൻ ലീവ് എടുത്തു പോയത് നന്നായെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. റോണിയുടെ ഓപ്പറേഷൻ്റെ ദിവസം ഇങ്ങടുത്തു. എല്ലാ കാര്യങ്ങളിലും എനിക്ക് ഇനിയുള്ള പ്രതീക്ഷ ഡോക്ടറിലാണ്. ഞാനുണ്ട് സിസ്റ്റർ കൂടെ. വളരെ കോംപ്ലിക്കേറ്റഡായ ഇത്തരമൊരു ഓപ്പറേഷൻ മഹാനായ ഒരു എക്സ്പെർട്ട് നടത്തുന്നത് കാണുക തന്നെ ഒരു ഭാഗ്യമാണ്. എൻ്റെ അഭിപ്രായത്തിൽ റോണിയുടെ ഓപ്പറേഷന് വേണ്ടി നമുക്ക് വിശ്വസിക്കാവുന്ന ഒരു ടീമിനെ തന്നെ ഉടനെ കണ്ടെത്തണം. സ്ഥലത്ത് നിന്ന് മാറിയ ഡോക്ടർ രവി കൂടുതൽ അപകടകാരിയായേക്കാം. ഇവിടെ നടക്കുന്ന ഓപ്പറേഷൻ ഫെയിലറാകാൻ മറ്റു ചിലരെ ഉപയോഗിച്ച് അയാൾ ശ്രമിക്കും. ശരിയാണ്, അങ്ങനെയും ഒരു സാധ്യതയുണ്ട്. ഒരു ചെറിയ നോട്ടപ്പിശക് കൊണ്ട് നമ്മുടെ പരിശ്രമമാകെ പരാജയപ്പെടാം. എന്താണെന്നറിയില്ല, എല്ലായിടത്തു നിന്നും പ്രതിസന്ധികളാണ്. റോണിയുടെ കാര്യത്തിൽ ഞാനാകെ ടെൻഷനിലാണ്. ടെൻഷനൊന്നും വേണ്ട സിസ്റ്റർ. ഇവിടെ വേണ്ടതൊക്കെ ശ്രദ്ധയോടെ അറേഞ്ച് ചെയ്യുന്ന കാര്യം ഞാൻ ഏറ്റെടുക്കുന്നു. റോണി എഴുന്നേറ്റ് നടക്കുകയും സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്താൽ അതൊരു സംഭവം തന്നെയാകും സിസ്റ്റർ. സിസ്റ്റർ നന്ദിയോടെ പുഞ്ചിരിച്ചു. ഓപ്പറേഷൻ ഒരു ദുരന്തമായാൽ മുഴുവൻ പഴിയും തനിക്കായിരിക്കും, സിസ്റ്റർ പറഞ്ഞു. അസിസ്റ്റന്റ് സർജൻ ഹരിപ്രസാദും ഒപ്പമുണ്ടാകും സിസ്റ്റർ. അങ്ങനെ പറഞ്ഞ് അദ്ദേഹം കസേരയിൽ നിന്ന് എഴുന്നേറ്റു. ഹോസ്പിറ്റലിനടുത്തുള്ള ദേവാലയത്തിൽ തനിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു സോനു. അവൾക്ക് ദൈവം മുമ്പിൽ സമർപ്പിക്കാൻ ഒരു നിയോഗമേയുള്ളൂ. റോണിയുടെ ഓപ്പറേഷൻ വിജയിക്കണം. മറ്റുള്ളവരെ പോലെ ജീവിക്കണം. അവന് പരിപൂർണ സൗഖ്യം ലഭിക്കണം. 2 മണിക്കൂർ ദീർഘിച്ച പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് അവൾ മുറിയിൽ തിരിച്ചെത്തിയത്. എവിടെയായിരുന്നു സോനു ഇത്ര നേരവും? പള്ളിയിൽ കുർബാന എപ്പോഴാണ് തീർന്നത്? റോണി പരിഭവത്തോടെ തിരക്കി. കുർബാന എപ്പോഴേ തീർന്നതാ? ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു റോണിക്ക് വേണ്ടി. എന്തായാലും ഇത് കുറേ കൂടിപ്പോയി. ഞാൻ ആകെ ബോറടിച്ചു.
എന്തിയേ ഇവിടെ ഉണ്ടായിരുന്നവരൊക്കെ? അജേഷ് ചേട്ടനോ റിങ്കുമോളും അടുത്തുണ്ടാകുമെന്ന് കരുതിയാ ഞാൻ കുറച്ചധികം പ്രാർത്ഥിച്ചിരുന്നു പോയത്. അവരെ ഞാനൊരു കാര്യത്തിന് പറഞ്ഞു വിട്ടതാ. എന്തിന്? എങ്ങോട്ട്? ചെറിയ ഷോപ്പിങ്ങിന്. സോനുവിനും റിങ്കുമോൾക്കും അജേഷിനുമൊക്കെ പുത്തൻ വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഷോ, എനിക്ക് വേണ്ടായിരുന്നു. ആവശ്യത്തിനൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. സോനുവിനും വേണം. എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയാ, റോണി ദീനമായ പുഞ്ചിരിയോടെ പറഞ്ഞു. റോണി, ഞാനിന്ന് കുർബാന കഴിഞ്ഞിറങ്ങിയപ്പോൾ അച്ഛനെ ചെന്ന് കണ്ടു. റോണിയുടെ ഓപ്പറേഷൻ വിജയിക്കാൻ വേണ്ടി ഒരു കുർബാന ചെല്ലാനുള്ള പണവും അച്ഛനെ ഏൽപ്പിച്ചു. സോനു കുർബാന ചൊല്ലിക്കുന്ന ആളുകൾ മരിച്ചു കഴിഞ്ഞിട്ടല്ലേ ആത്മാവിന് ശാന്തി കിട്ടാൻ. ദേ, പറയരുത് കേട്ടോ ഇത്തരം വർത്തമാനം. കൈയുയർത്തി അടിക്കാൻ ഓങ്ങിക്കൊണ്ട് സോനു പറഞ്ഞു. സോനു, ഞാൻ പറഞ്ഞത് സംഭവിക്കാം. മേജർ ഓപ്പറേഷനാണ്. നൽകുന്ന അനസ്തേഷ്യ ഇത്തിരി കൂടിപ്പോയാൽ മതി. ഞാൻ ഉറങ്ങിപ്പോകും. ഒരിക്കലും ഉണരാത്ത ഒരു ഉറക്കം. അനസ്തേഷ്യ ഒന്നും ഒട്ടും കൂടില്ല മോനെ. അത് നല്ല കൃത്യമായിട്ട് നൽകാൻ അറിയാവുന്നവരാണ് ഇവിടെയുള്ളത്. പിന്നെ ഞാൻ ഇന്നുവരെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച കാര്യങ്ങളൊക്കെ ഈശോ സാധിച്ചു തന്നിട്ടുണ്ട്. എൻ്റെ സ്വന്തം കാര്യത്തിൽ മാത്രമേ പുള്ളിക്കാരന് ഒരു മടുപ്പുള്ളൂ. സ്വന്തം കാര്യങ്ങളൊന്നും ഇതുവരെ സോനു എന്നോട് പറഞ്ഞിട്ടില്ല. അതൊക്കെ ചോദിക്കാതെയും പറയാതെയും ഇരിക്കുന്നത് നല്ലത്. എല്ലാ കാര്യങ്ങളെല്ലാം മനഃപൂർവ്വം അറിഞ്ഞിട്ടാ ഇവിടെ എങ്ങനെ നിൽക്കുന്നത്. സത്യമായും എനിക്ക് ഇപ്പോഴൊരാഗ്രഹമേ ഉള്ളൂ. റോണി ഈ കിടപ്പിൽ നിന്ന് എഴുന്നേൽക്കണം, നടക്കണം. വീട്ടിലേക്ക് റോണിയെ യാത്രയാക്കിയിട്ട് സന്തോഷത്തോടെ എനിക്കും തിരിച്ചു പോകണം. സോനു എങ്ങോട്ടാണ് പോകുന്നത്? റോണി അർത്ഥഗർഭമായി ചോദിച്ചു. അവളിൽ ഒരു നടുക്കമുണ്ടായി. വല്ലാത്തൊരു ചോദ്യമാണത്. പോകാൻ തനിക്ക് എവിടെയാണ് ഒരിടം? ആരാണ് അഭയം നൽകാനുള്ളത്? റോണി ഒരുപക്ഷെ എല്ലാം മനസ്സിലാക്കിക്കൊണ്ടായിരിക്കും ചോദിക്കുന്നത്. എന്തെങ്കിലും മറുപടി പറഞ്ഞേ പറ്റൂ. എനിക്ക് നാട്ടിൽ ചെന്നാൽ തൊഴിലുറപ്പുണ്ട് മോനെ. അത് പറയുമ്പോൾ അവളുടെ മിഴികൾ നിറഞ്ഞു കവിയുന്നത് റോണി കണ്ടില്ല. അവളാകെ പതറിയിരിക്കുന്നെന്ന് അവന് ബോധ്യമായി. സോനു, സങ്കടങ്ങൾ ഇങ്ങനെ ആരോട് പറയാതെ ഉള്ളിലൊതുക്കരുത്. അത് പിന്നീട് പല രോഗങ്ങളായി പുറത്തു വരും. സോനുവിനറിയോ, ഞാൻ ഈ ഓപ്പറേഷനെ സംബന്ധിച്ചത് സിസ്റ്റർ പവിത്രയും സോനുവും കാരണമാണ്. ജീവിക്കണമെന്നുള്ള മോഹവും പ്രതീക്ഷയും തീരെയില്ലായിരുന്നു. സിസ്റ്റർ പവിത്രയുടെ പരിഗണനയും സോനുവിൻ്റെ സ്നേഹവും ഇനിയും ജീവിക്കണമെന്ന മോഹമുണ്ടാക്കി. രക്തബന്ധത്തിലുള്ളവരുടെ അവഗണനയും കൈവിടലും ഒരു മനുഷ്യനെ എത്രമാത്രം വേദനിപ്പിക്കുമെന്ന് ഞാൻ അനുഭവിച്ചറിഞ്ഞു. സ്വന്തം സഹോദരൻ ശ്രമിച്ചത് എനിക്ക് എത്രയും പെട്ടെന്നൊരു നല്ല മരണം നൽകി ആശുപത്രി ചെലവുകളൊക്കെ ലാഭിക്കാനും സ്വത്ത് മുഴുവൻ സ്വന്തമാക്കാനുമാണ്. ആരും അറിയാതെ കർമ്മം നിറവേറ്റാൻ എത്തിയവന് അല്പം പിഴവ് പറ്റി. അതല്ലെങ്കിൽ ഞാനിപ്പോൾ സെമിത്തേരിയിലാകേണ്ടതാ. മതി, നിർത്ത്. ഇതൊക്കെ ഞാൻ അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. റോണിയെ വെറുക്കുന്നവരെക്കുറിച്ച് ചിന്തിക്കേണ്ട, സ്നേഹിക്കുന്നവരെക്കുറിച്ച് മാത്രം ഓർക്കണം. റോണിക്ക് വേണ്ടി അച്ഛൻ ഒരു ജപമാല തന്നുവിട്ടിട്ടുണ്ട്. അത് കഴുത്തിലിട്ടാൽ നല്ല ധൈര്യം കിട്ടും. ദുഷ്ട ചിന്തകളൊന്നും ഉണ്ടാകുകയുമില്ല. സോനു കയ്യിൽ കരുതിയിരുന്ന നീലക്കൊന്ത സാവകാശം അവൻ്റെ കഴുത്തിൽ അണിയിച്ചു. നെറുകയിൽ സ്നേഹപൂർവ്വം വിരലൊടിച്ചു. ആത്മനിർവൃത്തിയോടെ റോണി അവളെ നോക്കി. സോനു, ഞാൻ എൻ്റെ എല്ലാ വിഷമങ്ങളും സോനുവിനോട് പറഞ്ഞു. എന്തൊക്കെയോ സങ്കടങ്ങൾ സോനുവിനുണ്ടല്ലോ. പറയരുതോ എന്നോട്? അത് കേൾക്കാതിരിക്കുന്നത് തന്നെയാണ് റോണി നല്ലത്. ഞാനെല്ലാം പറഞ്ഞാൽ റോണിക്ക് എന്നോട് വെറുപ്പ് തോന്നിപ്പോകും, അറപ്പും തോന്നും, കൂടെ ചിലപ്പോൾ ഇത്തിരി സഹതാപവും. അതൊക്കെ ഞാനിപ്പോൾ ചെയ്യുന്ന ജോലിക്ക് ദോഷം ചെയ്യും. റോണിയുടെ ബൈസ്റ്റാൻഡറായി നിൽക്കുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കണമെന്ന് സിസ്റ്റർ പവിത്ര എനിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഞാൻ എൻ്റെ ദൗത്യം ആത്മാർത്ഥമായി നിറവേറ്റാൻ ശ്രമിക്കുകയാണ്. എനിക്കതിൽ വിജയിക്കണം. റോണിയുടെ മുഖത്ത് വ്യത്യസ്തമായ ഒരു ഭാവമുണ്ടായി. അവൻ നിശബ്ദം സോനുവിൻ്റെ മുഖത്തുറ്റു നോക്കി. അപ്പോൾ സോനു എന്നോട് കാട്ടുന്ന സ്നേഹവും പരിഗണനയും ഒക്കെ ജോലിയുടെ ഭാഗമായിട്ടാണല്ലേ? റോണി നൊമ്പരത്തോടെ ചോദിച്ചു. സോനു കുഴങ്ങി. എന്തു മറുപടി പറയും? യഥാർത്ഥത്തിൽ താൻ റോണിയോട് കാട്ടുന്ന സ്നേഹം ഏതു വിധത്തിലുള്ളതാണ്? ഒന്നാലോചിച്ചാൽ സ്നേഹത്തിന് എത്ര മുഖങ്ങളാണുള്ളത്. യഥാർത്ഥ സ്നേഹം എവിടെ ദർശിക്കാൻ കഴിയും? ഭൂരിപക്ഷം സ്നേഹബന്ധങ്ങളുടെയും ലക്ഷ്യം സ്വാർത്ഥത മാത്രമല്ലേ? റോണിക്കിപ്പോൾ തന്നോട് തീവ്രമായ പ്രണയം തോന്നി തുടങ്ങിയിരിക്കുന്നു. അതവനിൽ ഉണർവും ഉന്മേഷവും ശരീരത്തിൻ്റെ തളർച്ചയെ അതിജീവിക്കുന്നതിനുള്ള ഊറ്റവും നൽകുന്നുണ്ട്. അവന് നൽകുന്ന പരിചരണവും കരുതലും ഓർത്തുള്ള താല്പര്യം മാത്രമല്ല കാണിക്കുന്ന പെട്ടെന്നുണ്ടായ റോണിയുടെ ഇഷ്ടം തൻ്റെ നിറവും മുഖസൗന്ദര്യവും മൂലമാണെന്ന് തീർച്ച. മറുപടി പറയാൻ ഇത്രയും ആലോചിക്കാനുണ്ടോ സോനു? റോണി വീണ്ടും ചോദിച്ചു. സ്നേഹത്തിന് വേണ്ടിയുള്ള ഒരു യാചന പോലെയായിരുന്നു അത്. സോനുവിൻ്റെ കണ്ണുകൾ പെട്ടെന്ന് നിറഞ്ഞു വന്നു. റോണി, കാണുന്നുണ്ടോ എൻ്റെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത്? കണ്ണീരിന് സത്യമുണ്ടെങ്കിൽ ഞാൻ റോണിയെ സ്നേഹിക്കുന്നു. എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ സ്നേഹം. പക്ഷേ മനസ്സിൽ അതിനൊരു മതിൽ തീർത്തിട്ടുണ്ട് ഞാൻ. നമ്മൾ പിരിയേണ്ടവരാണ്, പരസ്പരം മറക്കേണ്ടവരാണ്. ദിവസങ്ങളോ ആഴ്ചകളോ മാത്രമേ ഇനി അതിനുള്ളൂ. സോനു വികാരിതയായി പറഞ്ഞു. സോനു, ഓപ്പറേഷനോടെ ഞാൻ മരിച്ചാൽ നമ്മൾ പിരിയേണ്ടി വരും. എങ്കിലും നമ്മുടെ ഇത്തിരി നാളത്തെ ഈ സ്നേഹം, അതിന് മരണമോ ഉണ്ടാകാതിരിക്കട്ടെ. ഛേ, മരണത്തെക്കുറിച്ച് പിന്നെയും പിന്നെയും ഇങ്ങനെ പറയാതെ റോണി. ഞാൻ ഒരിക്കലും റോണിയെ മരണത്തിന് വിട്ടുകൊടുക്കില്ല. ഞാൻ പ്രാർത്ഥിക്കുന്നതും പരിചരിക്കുന്നതും സ്നേഹിക്കുന്നതും അതിനു വേണ്ടിയാണ്. സോനു അസഹ്യത കാട്ടി. അജേഷും റിങ്കുമോളും റൂമിലേക്ക് കയറി വന്നപ്പോൾ അവരുടെ സംഭാഷണം മുറിഞ്ഞു.
ജൗളി സാധനങ്ങളുടെ 2-3 ബാഗുകൾ അജേഷിൻ്റെ കയ്യിലുണ്ടായിരുന്നു. വലിയ സന്തോഷത്തോടെ റോണിയും സോനുവും അജേഷിനെയും റിങ്കുമോളെയും ശ്രദ്ധിച്ചു. നിറയെ ഡ്രസ്സുകളുള്ള ഒരു ബാഗ് അജേഷ് റിങ്കുമോളുടെ കയ്യിൽ കൊടുത്തു. മോളെ, ഇത് ആൻറ്റിക്ക് കൊടുക്ക്, ഇഷ്ടപ്പെട്ടെന്ന് നോക്കട്ടെ, അജേഷ് നിർദ്ദേശിച്ചു. റിങ്കുമോൾ പാക്കറ്റുകളുമായി കുണുങ്ങി കുണുങ്ങി സോനുവിൻ്റെ അടുത്ത് ചെന്നു. ഇതാ ആൻറ്റി. റിങ്കുമോൾ 2 കൈയും കൂട്ടിപ്പിടിച്ചു ബാഗ് സോനുവിന് നേരെ നീട്ടി. അവളത് വാങ്ങി. എന്തിനാ റിങ്കുമോളെ ആൻറ്റിക്ക് ഇതെല്ലാം? അവളുടെ താടി പിടിച്ച് ഉയർത്തിക്കൊണ്ട് ചോദിച്ചു. എൻ്റെ പപ്പ മേടിച്ചതാ, ആൻറ്റി നല്ല മിടുക്കി കുട്ടിയായിട്ട് നടക്കാൻ. റിങ്കുമോൾക്ക് മേടിച്ചോ? എനിക്കും മേടിച്ചു. പപ്പയ്ക്കോ? പപ്പയ്ക്ക് ഒത്തിരി ഉടുപ്പുണ്ട്, അതാ മേടിക്കാത്തേ. സോനു അജേഷിനെ നോക്കി, പിന്നെ റോണിയെയും. എന്തിനാ അജേഷേട്ടാ ഇത്രയും എണ്ണം വാങ്ങിച്ചത്? എനിക്കിവിടെ ആവശ്യത്തിനൊക്കെ ഡ്രസ്സുണ്ടായിരുന്നു. എൻ്റെ സോനു, എനിക്കിതിൽ യാതൊരു പങ്കാളിത്തവുമില്ല. സോനുവിന് വാങ്ങിക്കേണ്ടതിൻ്റെ നിറം പോലും നിർദ്ദേശിച്ചു വിട്ടു. സെലക്ഷൻ്റെ കാര്യത്തിൽ ഞാനൊരു സീറോയാ. സോനു എടുത്ത് നോക്ക്, ഇഷ്ടപ്പെട്ടോന്ന്, അജേഷ് പറഞ്ഞു. എല്ലാം നോക്കിക്കണ്ടു, സംസാരം കേട്ടു. ചാരുത അർത്ഥത്തോടെ കിടക്കുകയായിരുന്നു റോണി. സോനു നിറഞ്ഞ കൗതുകത്തോടെ ജൗളി കൂടിനുള്ളിൽ നിന്നും ഓരോന്നെടുത്ത് പരിശോധിച്ചു. അവൾക്കൊരു പുത്തൻ വസ്ത്രം വാങ്ങിച്ചിട്ട് ഏറെ കാലമായിരുന്നു. കൂടിനുള്ളിൽ റെഡിമെയ്ഡ് ചുരിദാറുകൾ 3 എണ്ണമാണ്. ഇളം പച്ചയും മഞ്ഞയും റോസും നിറത്തിലുള്ളവ. വില കൂടിയ തുണിയും ആകർഷകമായ തയ്യലും. സോനു ഓരോന്നും മാറി മാറി തൻ്റെ ദേഹത്ത് വെച്ച് നോക്കി. ഒത്തിരി വിലയായി കാണും, വേണ്ടായിരുന്നു കേട്ടോ. എനിക്കിതൊക്കെ. സോനു റോണിയെയും അജേഷിനെയും നോക്കി. സോനു, പുത്തനൊരു ഒക്കെ ഇട്ട് നല്ല മിന്നിത്തിളങ്ങി നിൽക്കണം. ധരിക്കുന്ന ആളേക്കാൾ സന്തോഷം കാണുന്ന ആൾക്കല്ലേ? സോനു മൃദുവായി പുഞ്ചിരിച്ചു. റോണിയും അജേഷും തന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മത്സരിക്കുകയാണെന്ന് അവൾക്ക് തോന്നി. മരിച്ചുപോയ ഭാര്യയെ സദാനേരവും മനസ്സിൽ ധ്യാനിച്ച് കഴിയുന്നയാളാണ് അജേഷ്. ഇപ്പോൾ പക്ഷേ വ്രതത്തിന് ഇളക്കം തട്ടിയതുപോലെ. റിങ്കുമോൾക്കാണെങ്കിൽ താൻ അമ്മയും കൂട്ടുകാരിയും ചേച്ചിയും ഒക്കെയാണ്. ഈ ചെറിയ ഹോസ്പിറ്റൽ റൂമിൽ ജനിച്ച് ഇവിടെ വളർന്ന് ഇവിടെ മരിക്കാൻ വേണ്ടിയുള്ളതാണല്ലോ ഇത്തരം ബന്ധങ്ങൾ. ദുഃഖവും വേദനയും നിരാശയും ഒക്കെ അകറ്റാൻ മനുഷ്യന് ഭൂമിയിൽ ദൈവം നൽകിയ ദിവ്യ ഔഷധമാണ് സ്നേഹമെന്ന് സോനുവിന് തോന്നി. അപ്പോൾ ചാരിയിട്ടിരുന്ന വാതിൽ തള്ളിത്തുറന്ന് വികൃത രൂപിയായ ഒരു ചെറുപ്പക്കാരൻ റൂമിലേക്ക് കയറി വന്നു. ഒരു ഭ്രാന്തനെയോ രോഗിയോ പോലെയായിരുന്നു അവൻ്റെ നോട്ടവും മട്ടും ഭാവവും. മദ്യത്തിൻ്റെ രൂക്ഷഗന്ധം മുറിയിൽ വ്യാപിച്ചു. സകലരും അമ്പരന്നു. റിങ്കുമോൾ കരയാൻ ഭാവിച്ചു. ആരുടെ താൻ? എന്താ ഇവിടെ? അങ്ങനെ ചോദിച്ചുകൊണ്ട് അജേഷ് ക്രുദ്ധനായി ആഗതന് നേർക്ക് ചെന്നു. അരുത്, ഒന്നും ചെയ്യല്ലേ, എൻ്റെ ചേട്ടനാ, സോനു കരച്ചിൽ പോലെ പറഞ്ഞു. അജേഷ് പെട്ടെന്ന് പിൻവാങ്ങി. അനിൽ വെമ്പലോടെ സോനുവിൻ്റെ അടുത്തേക്ക് ചെന്നു. സോനു പെങ്ങളെ, നിന്നെയൊന്ന് കാണാൻ വന്നതാ. മോഹനം പറഞ്ഞത് നേരാണോന്നറിയാൻ, നീ ജീവനോടെ ഉണ്ടെന്നറിയാൻ. ചേട്ടൻ നശിച്ചു. എൻ്റെ കെട്ടിയവൾ പഴയായിപ്പോയി. എന്നെ അവൾ വഞ്ചിച്ചു. നാട്ടിലാകെ നാറിച്ചു. അവളെ പെരുവഴിയിൽ ഇറക്കാനാ ഞാൻ വീടും സ്ഥലവും ബ്ലേഡുകാർക്ക് കൊടുത്ത് പണം വാങ്ങിയത്. നിന്റെ കാര്യം ഞാൻ ഓർത്തില്ല. നിന്റെ വീതവും വിറ്റു തുലച്ചു. പാപിയാ ഞാൻ. അവൾക്ക് മുമ്പിൽ കൈകൂപ്പി നിന്ന് അയാൾ പൊട്ടി പൊട്ടി കരഞ്ഞു. ചേട്ടാ, ഇവിടെ പ്രശ്നമുണ്ടാക്കല്ലേ. വയ്യാതെ ഒരാൾ കിടക്കുന്നത് കണ്ടില്ലേ? ആശുപത്രിയാ. ഇറക്കി വിടുന്നതിന് മുമ്പ് ചേട്ടൻ പോയിക്കോ, സോനു കെഞ്ചിപ്പ് കരഞ്ഞു. പോയിക്കോളാം മടി, ശല്യപ്പെടുത്തുന്നില്ല ഇനി ഒരിക്കലും നമ്മൾ തമ്മിൽ കാണുകയല്ല. പോകുക ഞാൻ. അനിൽ ഓരോന്ന് പുലമ്പിക്കൊണ്ട് മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയി. കഥ തുടരും.